ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സുഖം എല്ലാവർക്കും. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മാസ്ക് എന്ന സിനിമയുടെ രണ്ടാം ഭാഗം, 2005 ഇറങ്ങിയ സൺ ഓഫ് മാസ്ക്. ഈ കഥ നടക്കുന്നത് വീണ്ടും എഡ്ജ് സിറ്റി. നല്ല മഴയുള്ള ഒരു രാത്രി എഡ്ജ് സിറ്റിയിൽ ഒരു മ്യൂസിയം ഉണ്ട്. ഇപ്പൊ കുറെ ആൾക്കാർ ആ മ്യൂസിയത്തിലെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി അതിനുള്ളിലേക്ക് വന്നു. ഇപ്പൊ അവർ നിൽക്കുന്നത് ഈ മിത്തോളജി പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു ഏരിയയിലാണ്. ഇപ്പൊ ആ മ്യൂസിയത്തിലെ ആള് അവിടെ വെച്ചിരിക്കുന്ന സാധനങ്ങളെ കുറിച്ചൊക്കെ ആ ആൾക്കാർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിപ്പം ഈ മ്യൂസിയത്തിന്റെ അവസാനത്തെ റൂമിലാണ് നിൽക്കുന്നത്. ഈ റൂമാണ് ഇവിടുത്തെ എന്റെ ഏറ്റവും ഫേവറേറ്റ്, ദ ഹാൾ ഓഫ് നോർസ് മിത്തോളജി. അയാൾ അത് പറഞ്ഞു കഴിയുമ്പോൾ അവിടെ ഒരു ഇടി വെട്ടുന്നുണ്ട്. അങ്ങനെ അയാൾ ആദ്യം കാണിച്ചു കൊടുക്കുന്നത് അവിടെ വെച്ചിരിക്കുന്ന ഓടിന്റെ ഒരു പെയിന്റിംഗ് ആണ്. അടുത്തായിട്ട് ഈ ഓടിന്റെ മക്കളുടെ ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട്. ആദ്യത്തേത് തോറിന്റെ ഫോട്ടോ, ഗോഡ് ഓഫ് തണ്ടർ. അയാളുടെ കയ്യിൽ എപ്പോഴും ഒരു ഹാമർ ഉണ്ടാവും. അടുത്തായിട്ട് അയാൾ ചൂണ്ടിക്കാണിക്കുന്നത് ബാൾഡർ, ഗോഡ് ഓഫ് ബ്യൂട്ടി എന്നാണ് ഇദ്ദേഹത്തിന് വിളിക്കുന്നത്. ഇനി മൂന്നാമത്തേത് ലോക്കി, ഗോഡ് ഓഫ് മിച്ചിഫ്. ഈ തലയിൽ ഈ കൊമ്പ് വെച്ച ഫോട്ടോ ഉണ്ടല്ലേ, ഇതാണ് ലോക്കി. ലോക്കിയെ ദ ട്രിക്സ്റ്റർ എന്നും വിളിക്കാറുണ്ട്. ഈ ലോക്കിയാണ് ഓടിന്റെ ഏറ്റവും ഇളയ മകൻ. ഈ ലോക്കിയെ ഓടിന്റെ ഫാമിലിയിലെ ബ്ലാക്ക് ഷീപ്പ് എന്നും പറയാറുണ്ട്. കാരണം അതുമാരത്തെ പ്രശ്നങ്ങളാണ് ലോക്കി ഉണ്ടാക്കിയിരുന്നത്. അങ്ങനെ ഈ മ്യൂസിയത്തിന്റെ ആൾ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കറുത്ത കോട്ടിട്ട ഒരു തൊപ്പിക്കാരൻ അവിടെ നിൽക്കുന്നുണ്ട്. പുള്ളി വളരെ സൂക്ഷ്മമായിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലോക്കിയെ കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അയാളിപ്പോൾ ഒരു മാസ്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഈ മാസ്ക് ആണ് നമ്മൾ ഈ സിനിമയുടെ ആദ്യ ഭാഗത്ത് കണ്ടത്. ഈ സിനിമയുടെ ആദ്യ ഭാഗത്ത് തന്നെ പറയുന്നുണ്ട് ഈ മാസ്ക് ലോക്കിയുടേതാണെന്ന്. 1000 വർഷങ്ങൾക്ക് മുമ്പാണ് ലോക്കി ഈ മാസ്ക് ഉണ്ടാക്കിയത്. അങ്ങനെ അത് ഉണ്ടാക്കിയതിനെ തുടർന്ന് അത് നേരെ ഭൂമിയിലേക്ക് വന്നു വീണു. അത് ഈ ഭൂമിയിലേക്ക് വന്നതിന് ശേഷം പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ അയാൾ അവിടെ നിന്ന് പറയുമ്പോൾ ആ തൊപ്പിക്കാരൻ വളരെ ധൃതി പിടിച്ചിട്ട് ആ ആൾക്കാരുടെ മുന്നിലേക്ക് കയറിയുന്നു. അയാളുടെ നോട്ടം ഇപ്പൊ ആ മാസ്കിലാണ്. ഈ സമയം മ്യൂസിയത്തിലെ ആള് പറയുന്നത് ഈ മാസ്ക് നമ്മൾ ധരിക്കുകയാണെങ്കിൽ ലോക്കിയുടെ പവർ നമുക്ക് കിട്ടിയേക്കുന്നതാണ്. അതേക്കുന്ന അവിടെ നിൽക്കുന്നൊരു പയ്യൻ അത്ഭുതമായി, ഇതൊക്കെ ശരിക്കും ഉള്ളതാണോ? അവന്റെ ആ ചോദ്യം കേൾക്കുമ്പോൾ ഇതൊക്കെ ചുമ്മാ പറയുന്നതാണ്, അതിനങ്ങനെ വലിയ പവർ ഒന്നുമില്ല എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ അയാൾ ആ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ നമ്മുടെ കറുത്ത തൊപ്പിക്കാരൻ പതുക്കെ ആ മാസ്കിന്റെ അടുത്തേക്ക് വന്നു. അയാളിപ്പം അത് തൊടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അയാൾ അത് കണ്ടതും ആ മ്യൂസിയത്തിലെ ആള് ആ തൊപ്പിക്കാരനെ വഴക്ക് പറയാൻ തുടങ്ങി. ഇവിടെയുള്ള ഒരു കാര്യത്തിലും ടച്ച് ചെയ്യാൻ പാടില്ല എന്നറിയത്തില്ലേ, അങ്ങോട്ട് മാറി നിൽക്ക് എന്ന് പറഞ്ഞിട്ട് അയാൾ ആ തൊപ്പിക്കാരൻ അപ്പുറത്തേക്ക് മാറ്റി നിർത്തി. എന്നാൽ അയാൾ വഴക്ക് പറഞ്ഞത് കാണുമ്പോൾ ആ തൊപ്പിക്കാരന്റെ ഭാവം മാറി. ഇത് അയാൾ വിചാരിച്ച പോലെ സാധാരണ ഒരു മനുഷ്യനല്ല, ഇത് ലോക്കിയാണ്. പെട്ടെന്ന് ലോക്കി അവന്റെ വിശ്വരൂപം എടുത്തു. അതിനെ തുടർന്ന് അവിടെ ശക്തിയായിട്ട് മിന്നലെടുക്കാൻ തുടങ്ങി. ഇതൊക്കെ കണ്ട ആൾക്കാരാണെങ്കിൽ പേടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ തന്റെ വിശ്വരൂപത്തിലേക്ക് വന്നതിന് ശേഷം ലോക്കി അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ മുഴുവൻ ഓടിച്ചു. എന്നാൽ ആ മ്യൂസിയത്തിലെ ആള് ഇതുവരെയായിട്ടും പോയിട്ടില്ല, അയാൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഈ സമയം ലോക്കി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മാസ്കിന് നേരെ കൈ നീട്ടി. അതോടുകൂടെ ആ ഗ്ലാസിന്റെ കൂടും തകർത്തുകൊണ്ട് ആ മാസ്ക് ഇപ്പൊ ലോക്കിയുടെ കയ്യിലേക്ക് വന്നു. എന്നാൽ ലോക്കിക്ക് തെറ്റിപ്പോയി. ആ മാസ്ക് ഒറിജിനൽ അല്ല, അത് മെയ്ഡ് ഇൻ തായ്വാനാണ്. അത് കണ്ടതും ലോക്കിക്ക് ശരിക്കും അങ്ങോട്ട് ദേഷ്യം വന്നു. അപ്പൊ ഇത് ഫേക്ക് ആണല്ലേ? അതേ മിസ്റ്റർ, അത് ഫേക്ക് ആണ്, പക്ഷെ നല്ലൊരു ഫേക്ക് ആണ്. അയാൾ അത് പറഞ്ഞതും ലോക്കി ആ മാസ്ക് എടുത്തിട്ട് അയാളുടെ തലയ്ക്ക് ഒരു ഏറ് വെച്ച് കൊടുത്തു. എന്നാൽ അയാളാണെങ്കിൽ അവിടുന്ന് മാറുന്നില്ല. അയാൾ പറയുന്നത് ഇത് മ്യൂസിയം പ്രോപ്പർട്ടിയാണ്, ഇത് നശിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുന്നതാണ്. ഓ അങ്ങനെയാണോ, എന്നാ പിന്നെ ആ മാസ്കിനെ നമുക്ക് റീപ്ലേസ് ചെയ്തേക്കാം എന്നും പറഞ്ഞിട്ട് ലോക്കി അയാളുടെ മുഖത്തിന് നേരെ കൈ നീട്ടി. അതിനെ തുറന്ന് അയാളുടെ മുഖം മാത്രം ഇങ്ങോട്ട് അടർന്നു വരികയാണ്. അങ്ങനെ ലോക്കി ആ മുഖം നേരത്തെ ആ മാസ്ക് വെച്ചിരുന്ന അതേ ഗ്ലാസിന്റെ കൂട്ടിലേക്കാക്കി. പക്ഷെ അയാൾക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. ഈ സമയത്താണ് കുറച്ച് പോലീസുകാർ അങ്ങോട്ട് വരുന്നത്. അത് കണ്ടതും ലോക്കി 2 കൈ ഉയർത്തി. അയാളുടെ 2 കൈവിരലുകളും ഇപ്പൊ ഒരു തോക്ക് പോലെയായി. അതിനുശേഷം ആ പോലീസുകാർക്ക് നേരെ ഷൂട്ട് ചെയ്യാണ്. അങ്ങനെ കുറെ നേരം ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ പോലീസുകാർ നിൽക്കുന്ന ഭാഗം മൊത്തം അടർന്നിട്ട് അവർ നേരെ താഴേക്ക് വീണു. അങ്ങനെ ആ പോലീസുകാരൊക്കെ താഴേക്ക് ഇട്ടതിന് ശേഷം എവിടെയാണ് എന്റെ മാസ്ക് എന്നും പറഞ്ഞിട്ട് അലറിക്കൊണ്ട് ലോക്കി ഇങ്ങനെ കറങ്ങി 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 അവിടുന്ന് പോവാണ് ആ മാസ്ക് കണ്ടുപിടിക്കാൻ വേണ്ടി. ഇനി കാണിക്കുന്നത് സിറ്റിയിൽ നിന്നൊക്കെ മാറിയിട്ട് വളരെ മനോഹരമായൊരു സ്ഥലം, ഒരു പാടം. അതിന്റെ സൈഡിലൂടെ ചെറിയ രീതിയിൽ ഇങ്ങനെ വെള്ളം ഒഴുകുന്നുണ്ട്. ആ വെള്ളത്തിലൂടെ ഒറിജിനൽ മാസ്ക് ഇങ്ങനെ ഒഴുകി വരികയാണ്. അതിപ്പോൾ ഒരു സ്ഥലത്ത് സ്റ്റക്കായി കഴിഞ്ഞപ്പം ഒരു പട്ടിക്കുട്ടി അത് കണ്ടു. പട്ടിക്കുട്ടി ഓടി വന്നിട്ട് ആ മാസ്ക് എടുത്തിട്ട് വേഗം അതിന്റെ വീട്ടിലേക്ക് ഓടാണ്. ഈ പട്ടി നമ്മളെ ഫസ്റ്റ് സിനിമയിൽ കണ്ട പട്ടിയല്ല, അതിന്റെ പേര് മൈലോ എന്നായിരുന്നു. ഈ പട്ടിയുടെ പേര് ഓട്ടിസ്. ഇതേ സമയം തന്നെ നമ്മുടെ നായകനും നായികയും അവരുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. നായകന്റെ പേര് ടിം, നായികയുടെ പേര് ടാനിയ. ഈ സ്ഥലത്തിനെ ഫ്രിഞ്ച് സിറ്റി എന്നാണ് പറയുന്നത്. അവർക്കൊരു കുട്ടി ഉണ്ടായിട്ടുണ്ട്, അതിനെ കാണാൻ വേണ്ടി വന്നതാണ്. ഇവരുടെ ആ ഫ്രണ്ടിന് ജനിച്ച 4ാമത്തെ കുട്ടിയാണത്. ഇവർക്ക് അങ്ങനെ മക്കളൊന്നുമില്ല. ഇപ്പൊ കണ്ട ഓട്ടിസ് എന്ന് പറഞ്ഞ പട്ടിയുണ്ടല്ലോ, അത് ഇവരുടേതാണ്. അങ്ങനെ ആ കുട്ടിയെ കണ്ടതിന് ശേഷം അവരിപ്പോൾ വീട്ടിലേക്ക് പോകാൻ തുടങ്ങി. ഈ സമയം വണ്ടി ഓടിക്കുന്നത് ടാനിയാണ്.
എന്നാൽ ടിം ആണെങ്കിൽ അവിടെ നിന്നിട്ട് ഗെയിം കളിക്കുകയാണ്. ഇവൻ ജോലി ചെയ്യുന്നത് ഒരു ആനിമേഷൻ കമ്പനിയിലാണ്. ഇവൻ ആനിമേഷൻ ചെയ്യാനുള്ള കഴിവൊക്കെ ഉണ്ട്, എങ്കിലും ആ ഒരു ലെവലിലേക്ക് ഇവന് പ്രൊമോഷനൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പൊ ടാനി അവനോട് പറയുന്നത്, നീ ഇങ്ങനെ നടന്നോ, എന്റെ ആ ഫ്രണ്ടിന്റെ കാര്യം നീ കണ്ടില്ലേ, 4ാമത്തെ കുട്ടിയാണ് അവർക്കുണ്ടായിരിക്കുന്നത്, നമുക്കെന്നാണ് ഇനി കുട്ടി ഉണ്ടാവാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവനിങ്ങനെ കളിയാക്കുകയാണ്. കളിയാക്കിയാണ് അവർ സംസാരിക്കുന്നെങ്കിലും ഒരു കുട്ടി ഉണ്ടാവാത്തതിന് അവൾക്ക് നല്ല വിഷമമുണ്ട്. എന്നാൽ ടിം ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. നല്ലൊരു ജോലിയൊക്കെ ആയിട്ട് കുട്ടി മതി എന്നാണ് അവൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ സമയമാകുമ്പോഴേക്ക് ഓട്ടീസ് ആണെങ്കിൽ ആ മാസ്കുമായിട്ട് ആ വീട്ടിലേക്ക് എത്തി. അവനിപ്പം അവന്റെ ഡോർ വഴി വീട്ടിനുള്ളിലേക്ക് കയറി. അങ്ങനെ അവൻ വന്ന് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ടാനിയും ടിമ്മും അങ്ങോട്ടെത്തി. ഇപ്പൊ താൻ പറഞ്ഞ കാര്യമൊന്നും അവൻ മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് ടാനി പിണക്കത്തിലാണ്. അവൾ ഒന്നും മിണ്ടാതെ വേഗം ചെന്ന് റൂമിൽ കയറി വാതിലടച്ചു. അത് കാണുമ്പോൾ ടിമ്മിനും ഭയങ്കര സങ്കടമായി. അതിൽ ഈ സമയം തിരിഞ്ഞു നോക്കുമ്പോൾ ഓട്ടീസ് അവിടെ നിൽക്കുന്നുണ്ട്. ഈ ഓട്ടീസ് ഇവനൊരു മകനെ പോലെയാണ്. അവനെ കണ്ടു കഴിഞ്ഞാൽ ഇവന്റെ വിഷമം എല്ലാം മാറും. പിന്നീട് അവനുമായിട്ട് കളിക്കലാണ് അവന്റെ മെയിൻ പരിപാടി. ഈ ഓട്ടീസിനും ടിമ്മിന്റെ അടുത്ത് തിരിച്ച് അങ്ങനെ തന്നെയാണ്. നല്ല അനുസരണയുള്ളൊരു പട്ടിയാണത്. അങ്ങനെ ടിം ഇപ്പോൾ ഓട്ടീസിനെയും കൊണ്ട് അവന്റെ റൂമിലേക്ക് ചെന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കളിക്കാൻ തുടങ്ങി. അതിനിടയിലാണ് ഓട്ടീസ് അവിടെ കൊണ്ടുവച്ച ആ മാസ്ക് അവൻ കാണുന്നത്. നിന്നോട് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓട്ടീസ്, എന്തെങ്കിലും അടിച്ചോണ്ട് വരാണെങ്കിൽ കുറച്ച് നല്ല സാധനങ്ങൾ നിങ്ങൾക്ക് അടിച്ചോണ്ട് വന്നൂടെ, ഇതൊരു മരത്തിന്റെ മാസ്ക്, ഇതിനെ കൊണ്ട് എന്ത് ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ആ മാസ്ക് അങ്ങോട്ട് മാറ്റി വെച്ചു. എന്നിട്ട് ഓട്ടീസിനെയും പിടിച്ചിട്ട് പിന്നെയും കളിക്കാൻ തുടങ്ങി. ഈ സമയം അവൻ ഓട്ടീസിനോട് പറയുന്നത്, നീ കണ്ടില്ലേ ടാനിയുടെ സ്വഭാവം, ഒരു കുട്ടിയില്ലാത്തതുകൊണ്ട് അവൾക്ക് ഭയങ്കര സങ്കടം, എനിക്കിപ്പോൾ ഒരു കുട്ടി ഉണ്ടാവണം എന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? അവന്റെ ആ ചോദ്യം കേൾക്കുമ്പോൾ ഇല്ല എന്ന രീതിയിൽ ഓട്ടീസ് തലയാട്ടി. ഈ ഓട്ടീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൻ കുറച്ച് സെൽഫിഷാണ്. ഇവർ വേറെ ആരോടൊന്നും സ്നേഹം കാണിക്കുന്നത് ഈ ഓട്ടീസിന് ഇഷ്ടമല്ല. അങ്ങനെ അവർ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ടാനി അങ്ങോട്ട് വരുന്നത്. അത് കാണുമ്പോൾ, നീ കണ്ടില്ലേ നമുക്കൊരു കുട്ടി ഉണ്ടാവണമെന്ന് ഇവൻ പോലും ആഗ്രഹിക്കുന്നില്ല, പിന്നെ നിനക്കെന്താണ് ഇത്ര സങ്കടം? അത് കേൾക്കുമ്പോൾ ടാനിക്ക് ശരിക്കും അങ്ങോട്ട് ദേഷ്യം വന്നു. അവൾ ഒന്നും മിണ്ടാതെ അപ്പുറത്തേക്ക് പോയി. എന്നാൽ ഈ സമയം തന്നെ മറ്റൊരു കാര്യം സംഭവിച്ചു. ഇപ്പൊ മാസ്കിന്റെ കാര്യങ്ങളൊക്കെ തന്റെ ലോകത്തിരുന്നിട്ട് ഓടിനറിഞ്ഞു. അയാൾ ഇങ്ങനെ ഉറക്ക ലോക്കിയെ വിളിക്കുകയാണ്. ഇതേ സമയം തന്നെ ലോക്കിയാണെങ്കിൽ ഭൂമിയിൽ ഒരു ബീച്ചിൽ കിടക്കുകയാണ്. അച്ഛന്റെ വിളി അവനും കേട്ടു. അതിനെ തുടർന്ന് അവൻ ചാടി എഴുന്നേറ്റു. ഈ സമയം നോക്കുമ്പോൾ ആകാശത്തായിട്ട് ഓടിനെ അവന് കാണാൻ പറ്റുന്നുണ്ട്. ഓടിനാണെങ്കിൽ വല്ലാത്ത ദേഷ്യത്തിലാണ്. നിന്നെ ഞാൻ ഈ ഭൂമിയിലേക്ക് അയച്ചത് എന്തിനാണ്? ആ മാസ്ക് കണ്ടുപിടിക്കാനല്ലേ? എന്നിട്ട് നീ ഈ ബീച്ചിൽ ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ട് നടക്കുകയാണോ? ഒന്നാമത് ആ മാസ്ക് കാരണം ഭൂമിയിലെ ജനങ്ങൾക്കിടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. നീ ഒരു കാര്യം മനസ്സിലാക്കണം ലോക്കി, നീ ഒരു ദൈവമാണ്. ഇങ്ങനെ ജെട്ടിയിട്ട് നടക്കാതെ വേഗം പോയിട്ട് ആ മാസ്ക് കണ്ടുപിടിച്ചോണ്ട് പോവാ, എല്ലാന്നിടയ്ക്ക് നില 8ന്റെ പണി ഞാൻ നിനക്ക് തരും എന്നും പറഞ്ഞിട്ട് ഓടിനോടുന്ന പ്രത്യക്ഷമായി. അച്ഛൻ പറഞ്ഞതാണ് എന്ന കാര്യം ലോക്കിക്ക് നന്നായിട്ട് അറിയാം. ആ ഒരു പേടി അവനുണ്ട്. അതുകൊണ്ട് ഉടനെ തന്നെ ആ മാസ്ക് കണ്ടുപിടിക്കണം എന്നാണ് അവൻ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ സമയം രാത്രി ടിം ഇപ്പം അവന്റെ ക്രിയേറ്റിവിറ്റി ഒക്കെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ടാനി അങ്ങോട്ട് വരുന്നത്. ആളിപ്പോൾ വന്ന ഉടനെ തന്നെ പഴയ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. അതായത് അവൾക്കൊരു കുട്ടിയെ വേണം. എന്നാൽ അതേക്കുന്ന ടിം പറയുന്നത്, നോക്ക് ടാനിയ, ഒരു കുട്ടി ഉണ്ടാവണമെന്ന് എനിക്കും നിന്നെക്കാൾ കൂടുതൽ ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവന് സ്കൂളിൽ ചേർക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? അമ്മയുടെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു ജോലി പറയാനുണ്ട്, കാരണം നിനക്ക് നല്ലൊരു ജോലി ഉണ്ടല്ലോ. പക്ഷെ അച്ഛന്റെ ജോലി ചോദിക്കുമ്പോൾ അവൻ എന്ത് പറയും? ഒരു ആനിമേഷൻ കമ്പനിയിലെ താഴത്തെ നിലയിലാണ് ഞാൻ നിൽക്കുന്നത്, എന്റെ ജോലി എന്താണെന്ന് പറയാൻ എനിക്ക് തന്നെ നാണക്കേടുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മക്കളുടെ കാര്യമോ? അതുകൊണ്ട് നീ കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യും, എനിക്കൊരു പ്രൊമോഷൻ കിട്ടട്ടെ, അതിനുശേഷം നീ പറഞ്ഞ കാര്യം നമുക്ക് ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവളെ സമാധാനിപ്പിച്ചു. അങ്ങനെ പിറ്റേ ദിവസമായി ടിം ഇപ്പം അവന്റെ ഓഫീസിൽ നിൽക്കുകയാണ്. അവനും അവന്റെ ഫ്രണ്ടായ ജോർജ് അവിടെ നിൽക്കുന്നുണ്ട്. കുറെ കുട്ടികൾ ഇന്നിപ്പോൾ അവിടെ കാണാൻ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇവർ വേഷം കെട്ടിയിട്ട് കുട്ടികളെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ടിമ്മും ജോർജും കൂടെ അവിടെ ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ടിം ആണെങ്കിൽ നല്ല നിരാശയിലാണ്, കാരണം അവനൊരു പ്രൊമോഷൻ കിട്ടുന്നില്ലല്ലോ. ആ കാര്യം ജോർജിനും അറിയാം. അതുകൊണ്ട് അവൻ പറയുന്നത്, എടാ നിനക്ക് നല്ല കഴിവുണ്ടല്ലോ, പിന്നെ എന്തിനാണ് നീ ഈ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്നത്? നീ നിന്റെ ഐഡിയയെ കുറിച്ച് നമ്മുടെ ബോസിന്റെ അടുത്ത് പറ, ഇതേ കണ്ടിട്ട് അയാൾ അവിടെ ഇരിക്കുന്നുണ്ട്, നീ ചെല്ല് എന്ന് പറഞ്ഞിട്ട് അവനിപ്പോ ടിമ്മിനെ അവരുടെ ബോസിന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. ഇയാളുടെ പേര് ഡാനിയൽ എന്നാണ്. അങ്ങനെ ടിം ചെന്നിട്ട് അവന്റെ ഐഡിയയെ കുറിച്ച് ഡാനിയലിന്റെ അടുത്ത് പറഞ്ഞു. എന്നാൽ അയാൾ പറയുന്നത് അവന്റെ ഐഡിയക്ക് ഒരു സ്പാർക്ക് ഇല്ല എന്നാണ്. പക്ഷെ അയാൾ അവനങ്ങനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടില്ല. എന്തെങ്കിലും നല്ലൊരു ഐഡിയ ആയിട്ട് അവൻ ചെല്ലുകയാണെങ്കിൽ അയാൾ അത് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ സമയം രാത്രി. ഇന്ന് ഹലോവിൻ ഡേ ആണ്. അതുകൊണ്ട് ടിമ്മിന് ഇന്നൊരു പാർട്ടി ഉണ്ട്. അതിനുവേണ്ടി പോകാൻ വേണ്ടി റെഡി ആയിട്ട് അവൻ വരച്ച ചിത്രങ്ങളുമായി അവൻ അവന്റെ ഭാര്യയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ആ ചിത്രങ്ങളൊക്കെ അവനൊക്കെ കാണിച്ചു കൊടുത്തു. അത് ഈ പ്രണയവുമായി ബന്ധപ്പെട്ട കുറെ ചിത്രങ്ങളാണ്. അവക്കാണെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ അതൊക്കെ നോക്കിയതിന് ശേഷം ടാനി ഇപ്പം അവന്റെ ഡ്രസ്സിംഗ് ഒക്കെ നോക്കി. ഈ ഹലോവിൻ ഡേ ആയതുകൊണ്ട് വൃത്തികെട്ട രീതിയിലാണ് അവൻ ഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. അത് അവൾക്ക് ഇഷ്ടമായി. പക്ഷെ അവള് പറയുന്നത്, നിന്റെ ഡ്രസ്സിംഗ് ഒക്കെ ഓക്കെ, പക്ഷെ നീ ഇതുപോലത്തെ മുഖം കൊണ്ട് ചെല്ലണ്ട. നീ ഒരു കാര്യം ചെയ്യ്, ഓട്ടിസ് കൊണ്ടുവന്ന മാസ്ക് ഇല്ലേ അതും എടുത്തോണ്ട് പോയിക്കോ, അപ്പൊ പിന്നെ നീ അടിപൊളി ലുക്കായിരിക്കും എന്ന് അവള് പറഞ്ഞു. അത് നല്ലൊരു ഐഡിയ ആണ് എന്നൊക്കെ അവനും മനസ്സിലായി. അങ്ങനെ അവൻ ആ മാസ്കും എടുത്തിട്ട് ആ പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. അങ്ങനെ അവിടേക്ക് എത്തിക്കഴിയുമ്പം കാറിനകത്ത് ഇരുന്ന് തന്നെ അവൻ ആ മാസ്ക് ധരിച്ചു. എന്നാൽ ആ മാസ്ക് ഇട്ട് കഴിഞ്ഞതും ആ മാസ്ക് അവന്റെ മുഖം മൊത്തം കവർ ചെയ്തു. മാത്രമല്ല കാറിനുള്ളിൽ നിന്നും പച്ച കളറുള്ള ഒരു ലൈറ്റും വരാൻ തുടങ്ങി. പിന്നീട് കാണുന്നത് അവന്റെ കാലിങ്ങനെ ആ ഹോട്ടലിനകത്തേക്ക് നീണ്ടുവരുന്നതാണ്. അതിനെ തുറന്ന് ഒരു സ്പ്രിങ് പോലെ അവൻ വെളിയിലേക്ക് ചാടി. ദ ട്രിക്സ്റ്റർ. അങ്ങനെ അവൻ വേഗം തന്നെ ആ പാർട്ടി നടക്കുന്ന ഹാളിലേക്ക് ചെന്നു. ഇപ്പൊ അവിടെ നിൽക്കുന്നത് അവന്റെ ഓഫീസിലെ ആൾക്കാരാണ്. അവിടെ ഒരു ലേഡി നിൽക്കുന്നുണ്ട്. ഇവളുടെ പേര് സിൽവിയ.
അവളെ കാണാൻ അത്ര ഭംഗിയില്ലാത്ത രീതിയിലാണ് അവൾ അവിടെ നിൽക്കുന്നത്. എങ്കിലും അവളെ കണ്ടപ്പം അവന്റെ കണ്ണിങ്ങനെ തള്ളിപ്പോയി. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ അവളുടെ അടുത്തേക്ക് എത്തി. ഇതെല്ലാം നോക്കിക്കൊണ്ട് ഇവരുടെ ബോസായ ഡാനിയൽ അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ടിം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തുണി എടുത്തിട്ട് ആ സിൽവിയുടെ ദേഹത്ത് മൊത്തം ചുറ്റി എന്നിട്ട് അവൾക്ക് ഒരൊറ്റ ചവിട്ട് കൊടുക്കുകയാണ്. അതിനെ തുടർന്ന് അവളിങ്ങനെ കറങ്ങി കുറെ ദൂരത്തേക്ക് വന്നു. പിന്നീട് നോക്കുമ്പോൾ അവളുടെ ഡ്രസ്സ് മൊത്തം മാറിയിട്ടുണ്ട്. മാത്രമല്ല അവൾ നേരെ ചെന്ന് വീഴുന്നത് നമ്മുടെ ജോർജിന്റെ കയ്യിലാണ്. അവളുടെ ആ ലുക്ക് കണ്ട് അവനും ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ടീം ചെന്നിട്ട് അവിടെ നിൽക്കുന്ന ലേഡീസുമായിട്ട് ഡാൻസ് ചെയ്യാൻ തുടങ്ങി. ആ ഡാൻസിനിടെ അവൻ എല്ലാ ലേഡീസിനും ഡ്രസ്സ് മാറ്റുന്നുണ്ട്. മാത്രമല്ല അവനും പല രൂപങ്ങളിലാണ് അവിടെ നിന്നിട്ട് ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നത്. അങ്ങനെ അവൻ അവിടെ ഡാൻസ് ചെയ്യുന്ന സമയത്ത് പുറത്ത് നിൽക്കുന്ന കാറുകളും ഇങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ നേരത്തെ ഡാൻസിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവനിങ്ങനെ കറങ്ങി അവന് വീട്ടിലേക്ക് പോവുകയും ചെയ്തു. ഇതെല്ലാം നോക്കിക്കൊണ്ട് ഡാനിയലാണെങ്കിൽ ശരിക്കും അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. അങ്ങനെ അതേ വേഷത്തിൽ തന്നെ ടീം ഇപ്പോൾ അവന്റെ വീട്ടിലേക്ക് എത്തി. നേരെ അവൻ ചെന്ന് ചാടുന്നത് അവന്റെ ഭാര്യ കിടക്കുന്ന ബെഡിലേക്കാണ്. ഇരുട്ടായതുകൊണ്ട് അവന്റെ മുഖം അവൾ ശ്രദ്ധിച്ചതുമില്ല. പിന്നീട് കാണിക്കുന്നത് അവന്റെ ഭാര്യ പ്രഗ്നന്റ് ആവുന്നതാണ്. അതിൽ ആ കൂട്ടത്തിൽ ടിമ്മിൻ്റേത് കൂടാതെ മാസ്കിന്റെ ശക്തി ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെയാണ് അവളുടെ ഗർഭപാത്രത്തിലേക്ക് പോയിരിക്കുന്നത്. അതിനെ തുടർന്ന് അവളുടെ ഗർഭപാത്രത്തിൽ ഒരു പ്രകാശവും വന്നു. എന്നാൽ ഇതൊന്നും അവൾ അറിയുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഈ സമയമാകുമ്പോഴേക്കും അവന്റെ മാസ്ക് ഊരി അതിപ്പോൾ അവന്റെ കയ്യിൽ നിന്നും ബെഡിൽ നിന്ന് താഴേക്ക് വീണു. എന്നാൽ അത് താഴേക്ക് വീണതും ഓട്ടീസ് അങ്ങോട്ട് വന്നിട്ട് ആ മാസ്ക് എടുത്തുകൊണ്ട് പോയി. അങ്ങനെ അവനവിടുന്ന് പോയി കഴിയുമ്പോഴാണ് ടിം പെട്ടെന്ന് ഞെട്ടി എഴുന്നേക്കുന്നത്. അവനിപ്പോഴും തലേ ദിവസം നടന്ന കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവനിപ്പോൾ അവന്റെ ഓഫീസിലേക്ക് എത്തി. തലേ ദിവസം വന്ന ആ പച്ച മനുഷ്യൻ ഇവനാണ് എന്ന കാര്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ അവന്റെ ബോസായ ഡാനിയലും അവനെ അയാളുടെ റൂമിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ അവനങ്ങോട്ട് എത്തുമ്പോൾ ഡാനിയൽ പറയുന്നത്, നീ ഇന്നലെ കാണിച്ച പച്ച മനുഷ്യനുണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് നിനക്കൊരു പ്രൊമോഷൻ തരാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതൊരു ആനിമേറ്റർ ആയിട്ട് നീ ആ പച്ച മനുഷ്യനിൽ വർക്ക് ചെയ്യും, നമുക്ക് അതിനൊരു ഫ്രാഞ്ചൈസ് ആക്കി മാറ്റാം എന്നാണ് അയാൾ പറയുന്നത്. തനിക്ക് പ്രൊമോഷൻ കിട്ടിയെന്ന് കേൾക്കുമ്പോൾ അവന് ശരിക്കും അത്ഭുതമായി. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് എത്തി ഉടനെ തന്നെ ടീം ഇപ്പോൾ സെർച്ച് ചെയ്യുന്നത് ആ മാസ്ക് ആണ്. പക്ഷെ അത് എവിടെയും കാണുന്നില്ല. അതുകൊണ്ട് അവൻ വേഗം ഓട്ടീസിനെ വിളിച്ചു. എന്നിട്ട് അവൻ ഓട്ടീസിനോട് പറയുന്നത്, നീ കൊണ്ടുവന്ന വുഡൻ മാസ്ക് ഇല്ലേ, അത് ഇവിടെ എവിടെയും കാണുന്നില്ല, നീ പോയിട്ട് അത് കണ്ടുപിടിച്ചോണ്ട് വാ. അത് കണ്ടുപിടിച്ചോണ്ട് വരികയാണെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെട്ട ആ പെൺപട്ടി ഉണ്ടല്ലോ വീനസ്, ഞാൻ അതിന്റെ അടുത്തേക്ക് നിന്നെ കൊണ്ടുപോകാം. ടീം ഇപ്പോൾ അത് പറയുമ്പോൾ ഓട്ടീസിനും ഭയങ്കര ഉന്മേഷമായി. അവൻ ഉടനെ തന്നെ ആ മാസ്ക് എടുക്കാൻ അവിടുന്ന് പോയി. എന്നാൽ ഈ സമയത്താണ് ടാനി അങ്ങോട്ട് വരുന്നത്. ടാനി അങ്ങോട്ട് വന്നത് കണ്ടതും അവൻ ആ സന്തോഷ വാർത്ത അവളുടെ അടുത്ത് പറയാണ്, അതായത് അവന് പ്രൊമോഷൻ കിട്ടിയ കാര്യം. എന്നാൽ ഈ സമയം ടാനിയയ്ക്കും ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്, അവൾ പ്രഗ്നന്റ് ആണ്. അങ്ങനെ ഈ കാര്യം ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി അവർ നേരെ ഡോക്ടറുടെ അടുത്തേക്ക് പോയി. ഡോക്ടറും അത് ശരിവെച്ചു. എന്നാൽ അതിനിടയിലാണ് ടാനിക്ക് വല്ലാതെ ഛർദ്ദിക്കാൻ വരുന്നത്. എന്നാൽ അവൾ ഛർദ്ദിച്ചപ്പോഴോ അത് മുഴുവൻ ബബിൾസ് ആയിട്ട് മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങിപ്പോയി. അത് കാണുമ്പോൾ അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയി. ടാനി ഇപ്പൊ പ്രഗ്നന്റ് ആയതുകൊണ്ട് അവൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് അവളിങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രീ ആയിട്ടുള്ള സമയത്തൊക്കെ ടിം അവളുടെ കൂടെ ഇരിക്കും. അതിനിടയിൽ അവൻ അവന്റെ ഓഫീസിൽ അവന്റെ പച്ച മനുഷ്യനെ കുറിച്ചുള്ള ചില ഐഡിയകളൊക്കെ അവന്റെ ടീമിന്റെ അടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. ആ ക്യാരക്ടറിന് അവൻ പേര് കൊടുത്തിരിക്കുന്നത് ഗ്രീൻ ഗൈ എന്നാണ്. പക്ഷെ അവൻ പറയുന്ന ഐഡിയകളൊന്നും ആ ഡാനിയലിനും കൂട്ടർക്കും അങ്ങോട്ട് വർക്കൗട്ട് ആവുന്നില്ല. എങ്കിലും അവനെ കൊണ്ട് അത് ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസം അവർക്കുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം അവൻ ടാനിയും കൊണ്ട് അവളുടെ സ്കാനിങ്ങിന് പോകുന്നത്. ഡോക്ടർ ഇപ്പോൾ കുട്ടിയെ സ്കാൻ ചെയ്യുമ്പോൾ അവർക്ക് ടി-വിയിൽ അത് കാണാൻ പറ്റുന്നുണ്ട്. കുട്ടി അവളുടെ ഗർഭപാത്രത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. അതിൽ ടാനി അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ടിം ഒരു അത്ഭുതം കാണുന്നത്. കുഞ്ഞിപ്പം ആ ഗർഭപാത്രത്തിൽ നിന്ന് ഇങ്ങനെ ഡാൻസ് ചെയ്യാൻ തുടങ്ങി. മാത്രമല്ല അതിന്റെ രൂപത്തിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. അത് കാണുമ്പോൾ അവന് ശരിക്കും അത്ഭുതമായി. എന്നാൽ ഈ സമയം ടാനി തിരിഞ്ഞു നോക്കുമ്പോൾ കുട്ടിയാണെങ്കിൽ പഴയതുപോലെ തന്നെയാണ്. ഒരുപക്ഷെ അത് അവന്റെ ഒരു തോന്നലായിരിക്കും എന്നാണ് അവൻ വിചാരിക്കുന്നത്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർക്ക് കുട്ടി ജനിച്ചു. ഒരു ആൺകുട്ടിയാണ്. അവരതിന് പേര് കൊടുക്കുന്നത് ആൽവി. അങ്ങനെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞതിന് ശേഷം നേഴ്സ് ഇപ്പം അതിനെ ടാനിയുടെ മടിയിലേക്ക് വെച്ചു കൊടുത്തു. ഈ സമയം ടിം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ വിരലെടുത്തിട്ട് ആ കുഞ്ഞിന്റെ കയ്യിൽ വെച്ചു കൊടുക്കുകയാണ്. എന്നാൽ അത് കാണുമ്പോൾ കുട്ടിയാണെങ്കിൽ അവന്റെ വിരൽ പിടിച്ച് വലിക്കാൻ തുടങ്ങി. ഈ സമയം ടിമ്മിനാണെങ്കിൽ ഭയങ്കര സന്തോഷമാവുകയും ചെയ്തു. ടിം ഇപ്പൊ പറയുന്നത്, ഓ നീ എന്റെ വിരലിൽ പിടിച്ച് വലിക്കുകയാണോ, ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായോ, ഞാൻ നിന്റെ അച്ഛനാണ്. എന്നാൽ ടിം അത് പറഞ്ഞതും കുഞ്ഞ് ഒച്ചത്തിൽ കരയാൻ തുടങ്ങി. കുഞ്ഞിന്റെ ഈ കരച്ചില് ഓടിനും കേട്ടു. ഓടിന് ഉറക്കെ ലോക്കിയെ വിളിക്കുകയാണ്. എന്നിട്ട് ഓടിനെങ്ങനെ വിളിച്ചു പറയുന്നത് ആ മാസ്ക് കാരണം ഒരു കുട്ടി ജനിച്ചു എന്നാണ്. എന്നാൽ ഇതൊന്നും ലോക്കി കേട്ടിട്ടില്ല. ലോക്കി ഇപ്പൊ ആ മാസ്ക് അന്വേഷിച്ച് ഒരു മ്യൂസിയത്തിലേക്ക് വന്നിരിക്കുകയാണ്. അവൻ നോക്കുമ്പോൾ ആ മാസ്ക് അവിടെ ഇരിക്കുന്നുണ്ട്. എന്നാൽ അവനത് എടുത്തു നോക്കുമ്പോൾ അത് മെയ്ഡ് ഇൻ പാകിസ്ഥാനാണ്. ആ ദേശത്തില് അവനത് എറിഞ്ഞു പൊട്ടിച്ചു. അതിൽ ഈ സമയം ഇത് നോക്കിക്കൊണ്ട് ആ ഷോപ്പ് കീപ്പർ അവിടെ നിൽക്കുന്നുണ്ട്. അയാളിപ്പോ അവനോട് പറയുന്നത്, സാർ നിങ്ങൾ എന്താണ് ഈ കാണിച്ചത്, ആ മാസ്ക് പൊട്ടിച്ചോ, അതിന്റെ പൈസ നിങ്ങൾ തരേണ്ടി വരും. എന്നാൽ അയാളത് പറഞ്ഞതും അവൻ അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ട് അയാളുടെ ദേഹത്തേക്ക് കയറിയാണ്. എന്നാൽ പെട്ടെന്നാണ് ഓടിനിപ്പം അയാളുടെ ശരീരത്തിലേക്ക് വരുന്നത്. എന്നിട്ട് ഓടിനിപ്പം ലോക്കിയോട് പറയുന്നത്, മണ്ട
നീ ഈ ഷോപ്പിൽ എന്ത് കാണിക്കാണ്? ഞാൻ പറഞ്ഞൊന്നും നീ കേട്ടില്ലേ? നിനക്കൊരു കാര്യം അറിയോ? നിന്റെ ബ്രദർ തോർ ഉണ്ടല്ലോ, അവൻ എനിക്ക് ഇതുവരെയായിട്ട് ഒരു ബുദ്ധിമുട്ട് പോലും ഉണ്ടാക്കിയിട്ടില്ല. നിന്നെ കൊണ്ട് എനിക്ക് തലവേദന മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അയാൾ അത് പറയുമ്പോൾ എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തോറിന്റെ കാര്യം പറയുന്നത്? നീ എന്നെ ഞാനായിട്ട് തന്നെ അങ്ങോട്ട് അംഗീകരിച്ചാൽ പോരെ? ഇല്ല ലോക്കി, എനിക്ക് ഒരിക്കലും നിന്നെ ഇങ്ങനെ അംഗീകരിക്കാൻ പറ്റത്തില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് നീ തോറിനേക്കാളും എടുക്കണമെന്നാണ്. എന്തായാലും ഞാനിപ്പോൾ എൻ്റെ ഒരുപാട് സമയം വേസ്റ്റ് ചെയ്തു. നീ അറിഞ്ഞില്ലേ, ആ മാസ്ക് കാരണം ഒരു കുട്ടി ജനിച്ചു. മര്യാദയ്ക്ക് പോയിട്ട് ആ കുട്ടിയെ കണ്ടുപിടിക്കാൻ നോക്ക്. ആ കുട്ടിയെ നീ കണ്ടെത്തുകയാണെങ്കിൽ ആ മാസ്കും നിനക്ക് കിട്ടും എന്നാണ് ഓടിൻ പറയുന്നത്. ഇതേ സമയം തന്നെ ആ മാസ്ക് ആണെങ്കിൽ ആ ഓട്ടീസിന്റെ കൂട്ടിനകത്താണ്. അതിന് കാവലായിട്ട് അവനും അവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ അവർക്ക് കുട്ടി ജനിച്ചതൊന്നും ഈ ഓട്ടീസിന് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം അവന് കിട്ടേണ്ട സ്നേഹമാണല്ലോ ഇപ്പൊ അവർ ആ കുട്ടിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ദേഷ്യം അവൻ ആ കുട്ടിയുടെ അടുത്തുണ്ട്. ഇതേസമയം തന്നെ ടിമ്മും ടാനിയും അവരുടെ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ആൽവിയെ. കുറച്ച് സമയം അവിടെ നിന്നതിന് ശേഷം ടിം ആണെങ്കിൽ അവരുടെ ജോലിക്ക് പോയി. ഈ സമയം കുഞ്ഞിനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി ടാനി ഒരു ബലൂൺ എടുത്തിട്ട് വീർപ്പിക്കുകയാണ്. എന്നാൽ അത് ഇങ്ങനെ വീർത്തു വരുന്ന കാണുമ്പോൾ ആൽവി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിന്റെ വിരല് വായിലേക്ക് ഇട്ടിട്ട് അത് ഊതാൻ തുടങ്ങി. അതിന് തുറന്ന് കുഞ്ഞിന്റെ തലയും ഒരു ബലൂൺ പോലെ അങ്ങനെ വീർത്തു വരികയാണ്. പക്ഷെ ടാനി ഇപ്പം ആ ബലൂൺ വീർപ്പിച്ച് നിൽക്കുന്നതുകൊണ്ട് അവൾ കുഞ്ഞിനെ കാണുന്നില്ല. പെട്ടെന്നാണ് ആ ബലൂൺ അവളുടെ വായിൽ നിന്ന് തെറിച്ചു പോകുന്നത്. അതിന് തുറന്ന് കുഞ്ഞിന്റെ തലയാണെങ്കിൽ നോർമൽ ആവുകയും ചെയ്തു. അവക്ക് സംശയമൊന്നും തോന്നിയിട്ടില്ലെങ്കിലും ഇതെല്ലാം നോക്കിക്കൊണ്ട് ഓട്ടിസ് അവിടെ ഇരിക്കുന്നുണ്ട്. അവൻ കാര്യങ്ങളൊക്കെ കണ്ടു. അവനിങ്ങനെ മുരണ്ടോണ്ട് നിൽക്കുകയാണ്. ഇതേസമയം തന്നെ ലോക്കി ആണെങ്കിൽ നേരെ പോയിരിക്കുന്ന അവിടുത്തെ ഹോസ്പിറ്റലിലേക്കാണ്. ലോക്കി ഇപ്പോൾ ഉള്ളത് ഒരു തേനീച്ചയുടെ രൂപത്തിലാണ്. ആ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി അവൻ നേരെ റിസപ്ഷനിലേക്ക് വന്നു. ഈ സമയം റിസപ്ഷനിൽ ഒരു ലേഡി ഇരിക്കുന്നുണ്ട്. ലോക്കി ഇപ്പം ആ ലേഡിയുടെ ചെവിക്കകത്തേക്ക് കയറിയിട്ട് ചെവിയിൽ ഒരു കുത്തു കൊടുക്കുകയാണ്. അതിന് തുറന്ന് ആ നേഴ്സിനാണെങ്കിൽ വല്ലാണ്ട് വേദന എടുത്തു. അവൾ എഴുന്നേക്കുകയും ചെയ്തു. ഈ സമയം ലോക്കി ഇങ്ങനെ കറങ്ങി തിരിഞ്ഞിട്ട് അതേ നേഴ്സിന്റെ രൂപത്തിൽ ആ ചെയറിലേക്ക് ഇരുന്നു. അങ്ങനെ നേഴ്സ് അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ അവിടുത്തെ കമ്പ്യൂട്ടർ ചെക്ക് ചെയ്ത് ആ ഹോസ്പിറ്റലിൽ ജനിച്ച എല്ലാ കുഞ്ഞുങ്ങളുടെയും ഡീറ്റെയിൽസ് ഒക്കെ ലോക്കി കളക്ട് ചെയ്യാണ്. എന്നിട്ട് ഈ സമയത്താണ് ആ നേഴ്സ് തിരിച്ചു വരുന്നത്. ഇപ്പൊ തന്റെ അതേപോലെ ഇരിക്കുന്ന നേഴ്സിനെ കാണുമ്പോൾ അവളാണെങ്കിൽ പേടിച്ച് ഉറക്കം നിലവിളിക്കുകയാണ്. അങ്ങനെ സമയം രാത്രി. ആൽവിക്ക് കുറച്ച് പ്രായമായതിൽ പിന്നെ ടിമ്മിന് ശരിക്കും ഉറങ്ങാൻ പറ്റിയിട്ടില്ല. എന്നാൽ ടാനി ആണെങ്കിൽ നല്ല സുഖമായിട്ട് ഉറങ്ങാണ്. ഇന്നിപ്പോ ആദ്യം അവൻ രാത്രി 1:30 എഴുന്നേറ്റു. അതിനുശേഷം 2:45 എഴുന്നേറ്റു. പിന്നീട് 4:35 എഴുന്നേറ്റു. പിന്നീട് 5:12 ഒന്നുകൂടെ എഴുന്നേറ്റു. അങ്ങനെ അവസാനം സൈ കെട്ട് അവനൊരു കുപ്പി പാലുമായിട്ട് കുഞ്ഞിന്റെ അടുത്തേക്ക് വന്നു. ഈ സമയം കുട്ടിയാണെങ്കിൽ നല്ല കരച്ചിലാണ്. അതുകൊണ്ട് അവൻ ആ പാൽ അവിടുത്തെ ടേബിളിലേക്ക് വെച്ചിട്ട് കുഞ്ഞിനെ ഒന്ന് സമാധാനിപ്പിക്കുകയാണ്. ഈ സമയം ടിമ്മിന്റെ അവസ്ഥയാണെങ്കിൽ ഉറക്കമില്ലാത്ത കാരണം ഇങ്ങനെ കിറങ്ങിയാണ് അവൻ നിൽക്കുന്നത്. അങ്ങനെ കുഞ്ഞിനെ സമാധാനിപ്പിച്ചതിന് ശേഷം അവൻ ആ പാലും കുപ്പി എടുത്തു. എന്നാൽ എടുത്തത് അവന് മാറിപ്പോയി. പാലും കുപ്പിക്ക് പകരം അവിടെ വെച്ചിരിക്കുന്ന ഒരു ലാമ്പാണ് അവൻ എടുക്കുന്നത്. എന്നിട്ട് അതിന്റെ മൂടി ഓപ്പൺ ചെയ്യാണെന്ന് വിചാരിച്ചിട്ട് അവിടെ ഒരു അടി വെച്ചു കൊടുത്തു. എന്നാൽ അവൻ അടിച്ചു കഴിഞ്ഞപ്പം അതിന്റെ ലൈറ്റ് അങ്ങോട്ട് പൊട്ടിപ്പോയി. എന്നിട്ട് അതാണ് അവൻ കുഞ്ഞിനെ വായിലേക്ക് വെച്ചു കൊടുക്കുന്നത്. എന്നാൽ അത് കണ്ടതും കുഞ്ഞ് അവിടുന്ന് ചാടി എഴുന്നേറ്റു. അതിന്റെ കണ്ണും വായും എല്ലാം തള്ളിപ്പോയി. എന്നാൽ ഇതൊന്നും ടിമ്മ് കാണുന്നില്ല. എന്നാൽ ഇതെല്ലാം നോക്കിക്കൊണ്ട് ഓട്ടീസ് അവിടെ നിൽക്കുന്നുണ്ട്. അവൻ പേടിച്ച് പുറകിലേക്ക് ഓടി. എന്നാൽ പെട്ടെന്നാണ് ടിം അവന്റെ സ്വഭാവത്തിലേക്ക് വരുന്നത്. ബോധത്തിലേക്ക് വന്നു കഴിയുമ്പോഴാണ് അവൻ അവന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഒരു ലാമ്പാണ് എന്ന കാര്യം അവന് മനസ്സിലാവുന്നത്. അത് കണ്ട് അവൻ ഞെട്ടിപ്പോയി. എന്നാൽ അവൻ കുഞ്ഞിനെ നോക്കുമ്പോൾ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അവൻ ആ ലാമ്പ് തിരിച്ചു വെച്ചതിന് ശേഷം പാലെടുത്തിട്ട് കുട്ടിക്ക് കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഇതുകൊണ്ടൊന്നും തീർന്നില്ല. 5:59 ആവുമ്പോൾ പിന്നെയും കുട്ടി കരയാൻ തുടങ്ങി. എന്നാൽ ഇത്തവണ നല്ല ഉറക്കമായതുകൊണ്ട് ടിം അത് അറിയുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അവൻ എഴുന്നേൽക്കുമ്പോൾ വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് അവന് കേൾക്കാനുണ്ടായിരുന്നത്. അത് ടാനിയുടെ ഭാഗത്തു നിന്നാണ്. ഇനി ഒരാഴ്ചത്തേക്ക് ജോലിപരമായിട്ട് അവൾക്ക് ന്യൂയോർക്കിലേക്ക് പോകണം. പിന്നീട് ആ വീട്ടിൽ നിന്ന് കേൾക്കുന്നത് ഉച്ചത്തിലുള്ള അവന്റെ നിലവിളിയാണ്. കാരണം ഇനി ഒറ്റയ്ക്ക് വേണമല്ലോ അവൻ കുഞ്ഞിനെ നോക്കാൻ. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവൾ ഇനി പോയി കഴിഞ്ഞാൽ കുഞ്ഞിന് എന്തൊക്കെ ചെയ്തു കൊടുക്കണം എന്ന കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് അവൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തതിന് ശേഷം അവൾ അവിടുന്ന് പോവാണ്. അതൊക്കെ കണ്ട് എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുകയാണ് അവൻ. അങ്ങനെ ടാനി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പം അവൻ അവൻ്റെ വർക്കിനിരുന്നു. ഇപ്പൊ കുഞ്ഞിനെ നോക്കേണ്ടതായതുകൊണ്ട് അവനിപ്പോൾ വർക്ക് ഫ്രം ഹോം ആണ്. എന്നാൽ വർക്കിനിരുന്നതും കുട്ടി അവിടുന്ന് കരയാൻ തുടങ്ങി. അത് കാരണം അവനെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനെ എടുത്തിട്ട് അവിടുത്തെ തൊട്ടിലേക്ക് കിടത്തി. എന്നിട്ട് അതിന്റെ കരച്ചിൽ മാറ്റാൻ വേണ്ടി കുറെ പാവകളൊക്കെ അതിന് കാണിച്ചു കൊടുത്തു. എന്നാൽ അതുകൊണ്ടൊന്നും കുട്ടി കരച്ചിൽ നിർത്തുന്നില്ല. അങ്ങനെ അവന്റെ ഇന്നത്തെ ഒരു ദിവസം ഗോവിന്ദയായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി എഴുന്നേറ്റ ഉടനെ തന്നെ അവൻ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അവിടുത്തെ ഒരു ചെയറിലേക്ക് ഇരുത്തി. അതിൽ ഈ സമയത്താണ് അവനൊരു കോൾ വരുന്നത്. കോൾ അറ്റൻഡ് ചെയ്യുമ്പം അത് ഓഫീസിൽ നിന്നാണ്. ഇപ്പൊ അവിടുന്ന് പറയുന്നത്, നീ വെള്ളിയാഴ്ചയ്ക്ക് മുമ്പ് നിന്റെ ചിത്രങ്ങളൊക്കെ വരച്ചു തീർക്കണം. ബോസിന് അത് ഉടനെ തന്നെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഓഫീസിൽ നിന്ന് അറിയിക്കുന്നത്. അതേക്ക് അവൻ പറയുന്നത്, ഇന്ന് ഉച്ചയ്ക്ക് തന്നെ ചിത്രങ്ങളൊക്കെ വരച്ചിട്ട് ഞാൻ ഫാക്സ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ ഫോൺ കട്ട് ചെയ്തു. അതിനുശേഷം അവൻ കുഞ്ഞിനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി ആൽവിയുടെ അടുത്തേക്ക് വന്നു. എന്നാൽ ഈ സമയം കുഞ്ഞ് കരയുന്നില്ല. അതിപ്പോൾ ടിമ്മിനെ നോക്കിയിട്ട് ക്യൂട്ടായിട്ടൊന്ന് ചിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. കുഞ്ഞിനെ കുളിപ്പിച്ചതിന് ശേഷം അവനെ പുതിയ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചിട്ട് പിന്നെ അവൻ ആ കുഞ്ഞിനെ അവിടെ കൊണ്ടിരുത്തി. അതിനിടയിലാണ് ടാനിയെ വിളിക്കുന്നത്. ഇപ്പൊ കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനുള്ളതുകൊണ്ട് ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ കട്ട് ചെയ്തു. എന്നിട്ട് അവൻ ടാനിയെ കുറിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ കുഞ്ഞിന്റെ അടുത്ത് പറയാണ്. ടാനിയുടെ കാര്യങ്ങളൊക്കെ അവൻ പറയുന്ന കേൾക്കുമ്പോൾ കുഞ്ഞിപ്പം അമ്മയെന്ന് വിളിച്ചു. പക്ഷെ ഇത്രയും ചെറിയ കുട്ടി എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്ന കാര്യം അവന് മനസ്സിലാവുന്നില്ല. മാത്രമല്ല അവന് ശരിക്കും അത്ഭുതമായി. നീ അച്ചാന്നൊന്ന് വിളിച്ചേ. എന്നാൽ അവൻ എന്തൊക്കെ പറഞ്ഞിട്ടും കുഞ്ഞ് അച്ചാന്ന് വിളിക്കുന്നില്ല. അത് അമ്മാന്ന് മാത്രമേ വിളിക്കുന്നുള്ളൂ.
പക്ഷെ വീണ്ടും വീണ്ടും അവൻ കുഞ്ഞിനെ അച്ഛാന്ന് വിളിക്കാൻ നിർബന്ധിക്കുകയാണ്. എന്നാൽ കുറെ നിർബന്ധിച്ച് കഴിയുമ്പോൾ കുഞ്ഞിന് ദേഷ്യം വന്നു. അത് ഒരിക്കൽ കൂടെ അമ്മ എന്ന് പറയാണ്. എന്നാൽ ഇത്തവണ അത് പറഞ്ഞപ്പം സൗണ്ടിന് മാറ്റമുണ്ട്. വലിയ ആൾക്കാരുടെ ശബ്ദത്തിലാണ് കുഞ്ഞിപ്പോൾ സംസാരിച്ചത്. അത് കേൾക്കുമ്പോൾ അവൻ ശരിക്കും ഞെട്ടിപ്പോയി. എന്താണ് ഈ കുഞ്ഞിന് സംഭവിക്കുന്നത് എന്നവന് മനസ്സിലാവുന്നില്ല. ഇതേസമയം തന്നെ ലോക്കി ആണെങ്കിൽ അവന്റെ കാറിലിപ്പം ഒരു ലേഡിയുടെ വീട്ടിലേക്ക് എത്തി. അവൻ ആ ലിസ്റ്റ് പരിശോധിച്ചതിൽ നിന്നും ആ വീട്ടിലായിട്ടൊരു കുഞ്ഞുണ്ട് എന്ന കാര്യം അവന് മനസ്സിലായി. അതുകൊണ്ട് ഒരു വാക്യൂം ക്ലീനർ വിൽക്കാൻ വന്ന ആളാണ് എന്ന രീതിയിലാണ് അവൻ അവിടുത്തെ ലേഡിയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. എന്നിട്ട് ആ വാക്യൂം ക്ലീനർ അവൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ആ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന സമയത്ത് ലോക്കി ആ വാക്യൂം ക്ലീനർ വെച്ച് ആ ലേഡി അകത്തേക്ക് വലിച്ചെടുത്തു. എന്നിട്ട് അവൻ വേഗം തന്നെ അവിടുത്തെ കുഞ്ഞിന്റെ അടുത്തേക്ക് എത്തി. എന്നാൽ അവൻ കുഞ്ഞിനെ ചെക്ക് ചെയ്യുമ്പോൾ അത് അവൻ അന്വേഷിക്കുന്ന കുഞ്ഞല്ല എന്ന കാര്യം ലോക്കിക്ക് മനസ്സിലായി. അങ്ങനെ സമയം രാത്രി ടീം ഇപ്പോൾ അവന്റെ വീട്ടിലിരുന്നിട്ട് ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആൽവി അവനെ ആ ചിത്രങ്ങളൊന്നും വരയ്ക്കാൻ സമ്മതിക്കുന്നില്ല. ആൽവിക്ക് കൊടുത്ത ഭക്ഷണമൊക്കെ കുഞ്ഞിപ്പം അവൻ വരച്ച ചിത്രത്തിലേക്ക് ഇട്ടു. അത് കാണുമ്പോൾ ദേഷ്യം വരുന്ന ടിം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആൽവിയെ പിടിച്ച് അവിടുത്തെ ടിവിയുടെ മുമ്പ് കൊണ്ടിരുത്തി. എന്നിട്ട് അവൻ ചെന്നിട്ട് അവന്റെ പണി തുടരുകയും ചെയ്തു. എന്നാൽ ഇതൊക്കെ നോക്കിക്കൊണ്ട് ഓട്ടിസ് അവിടെ ഇരിക്കുന്നുണ്ട്. ഓട്ടിസ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ അവന്റെ കൂട്ടിലേക്ക് കയറും. ആ മാസ്ക് ആരും കാണാതിരിക്കാൻ വേണ്ടി ഓട്ടിസ് അത് കുഴിച്ചിട്ടിരിക്കുകയാണ്. അവനിപ്പോൾ അത് കുഴിച്ചെടുത്തിട്ട് അവൻ തന്നെ ആ മാസ്ക് വെച്ചു. എന്നാൽ ആ മാസ്ക് വെച്ചതും പെട്ടെന്ന് ഓട്ടിസിന്റെ രൂപം മാറാൻ തുടങ്ങി. അവനിപ്പോൾ ആ കൂട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു പച്ച ലൈറ്റേൽ കത്തി. മാത്രമല്ല അവൻ ആ കൂടും കൊണ്ട് ഈ സ്പ്രിങ് ചാടുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാൻ തുടങ്ങി. അതിനുശേഷം അവൻ ആ കൂടും പൊളിച്ചിട്ട് നേരെ ആകാശത്തേക്ക് തെറിച്ചുപോയി. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞിട്ട് വളരെ വേഗത്തിൽ അവൻ താഴേക്ക് തന്നെ വന്ന് വീഴാണ്. വീഴുന്ന സമയത്ത് ആ ഏരിയ മൊത്തം തകർന്നു വന്നിട്ട് പിന്നീട് അവൻ അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പം അവനിപ്പോൾ ഒരു ഭീകര രൂപത്തിലായിട്ട് മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് ആൽവിക്ക് ഒരു പണി കൊടുക്കണം, അതാണ് ഓട്ടിസ് ചിന്തിക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസമായി ടീം ഇപ്പോഴും അവന്റെ ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവനെ നോക്കിക്കൊണ്ട് അപ്പുറത്തായിട്ട് ആൽവി ഇരിക്കുന്നുണ്ട്. പെട്ടെന്നാണ് ആൽവി അവന്റെ ആ സീറ്റിൽ നിന്നും പുറത്തേക്ക് ഒരൊറ്റ ചാട്ടം ചാടുന്നത്. എന്നിട്ട് അവൻ അവിടെ നിന്നിട്ട് ഇങ്ങനെ ഡാൻസ് ചെയ്യാൻ തുടങ്ങി. ഇതെല്ലാം കാണുമ്പോൾ ടിം ആണെങ്കിൽ ശരിക്കും ഞെട്ടിപ്പോയി. അങ്ങനെ ആൽവിയ ഡാൻസ് കളിക്കുന്നതിനിടയിൽ ടിം അവന്റെ ചെയറിൽ നിന്ന് പുറകിലേക്ക് വീണു. എന്നാൽ അത് കണ്ടതും ആൽവി ഇപ്പം അവന്റെ ചെയറിന്റെ അടുത്തേക്ക് എത്തി. എന്നിട്ട് അവന്റെ തല ഇങ്ങനെ ബ്രന്ന് പറഞ്ഞ് ആട്ടാൻ തുടങ്ങി. മാത്രമല്ല അതിനിടയിൽ അവന്റെ തല ഇപ്പൊ ഒരു പക്ഷിയുടെ പോലെ. എന്നാൽ ഇതുകൊണ്ടൊന്നും തീർന്നില്ല. അടുത്തതായിട്ട് ആൽവി അവിടുന്ന് ഓടാൻ തുടങ്ങി. എന്നാൽ നിലത്തുകൂടെ അല്ല അവൻ ഓടുന്നത്. അവൻ ആ റൂമിന്റെ ചുമര് കൂടെ ഇങ്ങനെ വട്ടത്തിൽ കറങ്ങി 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 ഇങ്ങനെ ഓടാൻ തുടങ്ങി. അങ്ങനെ കുറെ നേരം ഓടിയതിനു ശേഷം അവൻ ആ വാതിലും പൊളിച്ചുകൊണ്ട് വേഗം പുറത്തേക്ക് ഓടിപ്പോവാണ്. ഇതൊക്കെ കണ്ട് ടിം ആണെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ ഞെട്ടിയിരിക്കുകയാണ്. അങ്ങനെ ടിം ഉടനെ തന്നെ പോലീസിനെ വിളിച്ചു. എന്റെ കാര്യങ്ങളൊക്കെ പോലീസുകാരുടെ അടുത്ത് പറഞ്ഞു. എന്നാൽ 9 മാസം പ്രായമുള്ള ഒരു കുട്ടി ഇങ്ങനെയൊക്കെ കാണിക്കുന്നു എന്ന് അറിയുമ്പോൾ പോലീസുകാരത് വിശ്വസിക്കുന്നില്ല. അവന് വട്ടാണെന്ന് വിചാരിച്ചിട്ട് അമ്മ ഫോൺ കട്ട് ചെയ്തു. എന്നാൽ ഈ സമയം ഇതെല്ലാം നോക്കിക്കൊണ്ട് ആൽവി അവിടെ നിൽക്കുന്നുണ്ട്. അവൻ പിന്നെയും അവിടെ നിന്നിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുകയാണ്. അത് കാണുന്ന ടിം ആണെങ്കിൽ ഓടി ചെന്നിട്ട് ആൽവി എടുത്തു. എന്റെ വേഗം തന്നെ അവരുടെ അയൽപ്പക്കത്തെ വീട്ടിലേക്ക് ഓടാണ്. അവിടെ ഒരു ലേഡി ഉണ്ട്. അത് ഇവരുടെ ഫ്രണ്ടാണ്. ഇവളുടെ പേര് ബെറ്റി. അവൻ ബെറ്റിയുടെ അടുത്ത് ചെന്നിട്ട് കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നാൽ കുഞ്ഞിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാത്ത കാണുമ്പോൾ അവൾ വിശ്വസിക്കുന്നില്ല. അത് കാണുന്ന ടിം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനെ താഴെ ഇരുത്തിയിട്ട് കുഞ്ഞിന്റെ അടുത്ത് വല്ലാതെ ദേഷ്യപ്പെടാൻ തുടങ്ങി. നീ നേരത്തെ ചെയ്ത പോലെയൊക്കെ കാണിക്കാൻ പറഞ്ഞിട്ട്. അത് കാണുമ്പോൾ കുഞ്ഞിനോട് ദേഷ്യപ്പെടുന്നു എന്നും പറഞ്ഞിട്ട് ബെറ്റി അവനെ പിടിച്ചു മാറ്റി. ഈ സമയം ഇതെല്ലാം കാണുന്ന ആൽവി ആണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം തന്നെ ലോക്കി ഇപ്പം കുഞ്ഞിനെ അന്വേഷിച്ച് മറ്റൊരു വീട്ടിലേക്ക് എത്തി. എന്നിട്ട് അവൻ അവിടുത്തെ കുഞ്ഞിനെ എടുത്തു. എന്നാൽ ഈ കുഞ്ഞും അവൻ വിചാരിക്കുന്ന കുഞ്ഞല്ല. മാത്രമല്ല കുഞ്ഞാണെങ്കിൽ വല്ലാതെ കരയാനും തുടങ്ങി. ഇതേസമയം തന്നെ ടിം ആണെങ്കിൽ ആൽവിയും കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തി. അവനിപ്പോൾ ആൽവിക്ക് കുടിക്കാൻ വേണ്ടി അവന്റെ കുപ്പിയിൽ ജ്യൂസ് കൊടുത്തു. ആൽവി ആണെങ്കിൽ അത് മേടിച്ച് കുടിക്കുകയും ചെയ്തു. എന്നാൽ അടുത്ത സെക്കൻഡിൽ ആൽവി ഇപ്പോൾ ടിമ്മിനെ കാലിൽ തൂക്കിയെടുത്തിട്ട് വലിച്ചു വാരിങ്ങനെ നിലത്തിട്ട് അടിക്കുകയാണ്. ഉറക്കെ നിലവിളിക്കാന്നല്ലാതെ ആൽവിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ ഈ സമയത്താണ് ആൽവി ഒരു കാര്യം കാണുന്നത്. അവിടുത്തെ ചുമരിന്റെ അപ്പുറത്തായിട്ട് ഒരു സ്പ്രിങ് ഇങ്ങനെ ആടുന്നുണ്ട്. അത് കണ്ടതും ടിമ്മിനെ വിട്ടിട്ട് ആൽവി ഇപ്പോൾ ആ സ്പ്രിങ്ങിന്റെ അടുത്തേക്ക് വന്നു. എന്നാൽ ആ സ്പ്രിങ് പിടിച്ചിരിക്കുന്നത് ഓട്ടിസ് ആണ്. ആ സ്പ്രിങ് ആണെങ്കിലോ ഒരു പടക്കവും. അങ്ങനെ കുഞ്ഞു വന്നിട്ട് ആ സ്പ്രിങ് മേടിച്ചു. എന്നിട്ട് തിരിച്ചു പോവുകയും ചെയ്തു. ഇപ്പൊ പടക്കം പൊട്ടുന്നു വിചാരിച്ചിട്ട് ഓട്ടിസ് ആണെങ്കിൽ ചെവിയിൽ ഇങ്ങനെ കൈയും വെച്ച് നിൽക്കുകയാണ്. എന്നാൽ സ്പ്രിങ് എടുക്കുമ്പം ആൽവിക്ക് കാര്യം മനസ്സിലായി. അതുകൊണ്ട് ആൽവി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പടക്കത്തിൽ തീ കെടുത്തി. എന്നിട്ട് ഉച്ചത്തിൽ പടക്കം പൊട്ടുന്ന പോലെ സൗണ്ട് ഉണ്ടാക്കുകയാണ്. അതേക്ക് ഓട്ടിസ് വിചാരിക്കുന്നത് കുഞ്ഞ് ചത്തുപോയി എന്നാണ്. മാത്രമല്ല അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആൽവി വേറൊരു പണിയും കൂടെ ഒപ്പിച്ചു. അവന്റെ ഡ്രസ്സൊക്കെ തീയിട്ടിട്ട് അവൻ അപ്പുറത്തേക്ക് ചാടി. ഇപ്പൊ ഓട്ടിസ് നോക്കുമ്പോൾ ആ ഡ്രസ്സൊക്കെ കരിഞ്ഞ് താഴേക്ക് വീഴുന്നതാണ് കാണുന്നത്. അത് കണ്ടതും ഓട്ടിസ് ഇങ്ങനെ വളരെ സന്തോഷത്തോടെ തലയും തല്ലിച്ചിരിക്കാൻ തുടങ്ങി. എന്നാൽ ഈ സമയത്താണ് ഒരു എല്ലും കഷ്ണം താഴേക്ക് വീഴുന്നത്. അത് ആൽവിയുടേതാണെന്ന് വിചാരിച്ചിട്ട് ഓട്ടിസ് ആ എല്ലും കഷ്ണം എടുത്തു. എന്നാൽ അതൊരു പടക്കമായിരുന്നു. അത് ആൽവി അവന് കൊടുത്ത നല്ലൊരു പണിയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ പടക്കം പൊട്ടി. അതിനെ തുടർന്ന് ഓട്ടിസ് ആണെങ്കിൽ അസ്ഥികൂടം ആവുകയും ചെയ്തു. എന്നാൽ ഈ സമയത്താണ് ആൽവി അവന്റെ അടുത്തേക്ക് വരുന്നത്. എന്നിട്ട് പിന്നെയും ഒച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കുകയാണ്. അത് കേട്ടതും ഓട്ടിസ് ഒരൊറ്റ ചാട്ടം മുകളിലേക്ക്. എന്നിട്ട് അവനിങ്ങനെ അവിടുത്തെ ലൈറ്റിൽ ഇങ്ങനെ അള്ളി പിടിച്ചിരിക്കുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും ഓട്ടിസിന്റെ ശരീരമൊക്കെ നോർമൽ അവസ്ഥയിലേക്ക് എത്തി. പക്ഷെ എങ്കിലും അവനിപ്പോൾ ആൽവിയുടെ അടുത്തേക്ക് പോകാൻ ഒരു പേടിയുണ്ട്. അതുകൊണ്ട് അവൻ അവിടെ തന്നെ ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ടിം ഇപ്പം ആൽവിയുടെ അടുത്തേക്ക് വന്നു.
തന്നെ അവന് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അവൻ തന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന കാര്യം അവന് മനസ്സിലായി. അതുകൊണ്ട് അവനെ ഒന്ന് കൂളാക്കുക, അതാണ് ടിമ്മിന്റെ ശ്രമം. ടിം ഇപ്പോൾ അവനോട് ചോദിക്കുന്നത്, നിനക്ക് എന്നെ ഒന്ന് അച്ചാന്ന് വിളിച്ചൂടെ? എന്നാൽ ഇപ്പോഴും ആൽവി അമ്മ എന്നാണ് വിളിക്കുന്നത്. അത് സ്പാനിഷ് ഭാഷയിൽ വലിയ ആൾക്കാരുടെ ശബ്ദത്തിൽ, മാദ്രേ. ഇതൊക്കെ കണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് അവനിപ്പോൾ ഓട്ടീസിനെ കാണുന്നത്. അവനിപ്പോൾ എന്തൊക്കെയോ സാധനങ്ങൾ എടുത്തിട്ട് കുഞ്ഞിന്റെ അടുത്തേക്ക് പോവാണ്. ഓട്ടീസിന്റെ ആ രൂപത്തിൽ കണ്ടപ്പം ടിം ആണെങ്കിൽ ബോധം കെട്ട് വീഴുകയും ചെയ്തു. അങ്ങനെ ഓട്ടീസ് ഇപ്പം ആൽവിയുടെ അടുത്തേക്ക് എത്തി. അവനിപ്പോൾ തൊട്ടിലിരിക്കുകയാണ്. ഈ സമയം ശബ്ദം ഉണ്ടാക്കാതെ ഓട്ടീസ് റോപ്പ് എടുത്തിട്ട് റൂഫിലേക്ക് കണക്ട് ചെയ്തു. എന്നിട്ട് അതിലിങ്ങനെ തൂങ്ങി തൂങ്ങി കുഞ്ഞിന്റെ നേരെ മുകളിലേക്ക് വരികയാണ്. ഈ സമയം ആൽവി ആണെങ്കിൽ ഇതൊന്നും കാണുന്നില്ല. അങ്ങനെ ഓട്ടീസ് പതുക്കെ അവന്റെ കയ്യിലൊരു കൊളുത്ത് താഴ്ത്തേക്ക് താത്തി. എന്നിട്ട് അത് കുഞ്ഞിന്റെ ഡ്രസ്സിൽ അങ്ങോട്ട് കൊളുത്താണ്. ഈ കൊളുത്ത് ഒരു റോപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ റോപ്പ് നേരെ പോയിരിക്കുന്നത് മുറ്റത്ത് നിർത്തിയിട്ടിരിക്കുന്ന ഒരു വണ്ടിയിലേക്കാണ്. എന്നിട്ട് ആ വണ്ടി വലിച്ചിട്ട് കുഞ്ഞിനെ പുറത്തേക്ക് കൊണ്ടുപോകാനാണ് ഓട്ടീസിന്റെ പ്ലാൻ. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഓട്ടീസ് ഇപ്പം ആ മെഷീൻ ഓൺ ആക്കാൻ വേണ്ടി ആ പ്ലഗുമായിട്ട് ഒരു സ്വിച്ച് ബോർഡിന്റെ അടുത്തേക്ക് എത്തി. എന്നാൽ ഈ സമയമാകുമ്പോഴേക്കും ആൽവി കാര്യം അറിഞ്ഞു. അവനിപ്പോൾ ഓട്ടീസിന്റെ പുറകിലേക്ക് വന്നു. എന്നിട്ട് നൈസായിട്ട് ആ പ്ലഗ് എടുത്തിട്ട് ഓട്ടീസിന്റെ കഴുത്തിൽ കൊളുത്താണ്. ഇതൊന്നും അറിയാതെ ഓട്ടീസ് ആണെങ്കിൽ ആ പ്ലഗ് കണക്ട് ചെയ്യുകയും ചെയ്തു. അതിനെ തുടർന്ന് അവൻ പുറകിലേക്ക് തെറിച്ചു പോവാണ്. എന്നാൽ പോകുന്ന വഴിക്ക് ഓട്ടീസ് ആണെങ്കിൽ പല സ്ഥലങ്ങളും ചെന്നിടിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ചെന്നിടിച്ച് അവസാനം കറങ്ങി തിരിഞ്ഞ് ഒരു ഗ്രൈൻഡറിനകത്തേക്ക് വീഴാണ്. അതിനെ തുടർന്ന് അവനൊരു സ്റ്റിക്കറായിട്ട് പുറത്തേക്ക് പോവുകയും ചെയ്തു. ഇത് നോക്കിക്കൊണ്ട് ആൽവി അവിടെ നിൽക്കുന്നുണ്ട്. ഓട്ടീസ് ഇപ്പോൾ സ്റ്റിക്കറായി കഴിഞ്ഞപ്പം ആൽവി അതിനെടുത്തിട്ട് ഊതി വീർപ്പിക്കുകയാണ്. എന്നിട്ട് അവനെ പുറത്തേക്ക് എറിഞ്ഞാണ്. അങ്ങനെ അവൻ കറങ്ങി കറങ്ങി നേരെ മുകളിലേക്ക് പോയിട്ട് അവന്റെ മുഖത്തുനിന്നും ആ മാസ്ക് താഴേക്ക് വീഴാണ്. അങ്ങനെ മാസ്ക് താഴേക്ക് വീണപ്പം ഓട്ടീസ് നിലത്തേക്ക് വന്നിട്ട് ആ മാസ്ക് എടുത്തുകൊണ്ട് അവിടെ പോവുകയും ചെയ്തു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ടിം ഇപ്പോൾ കുഞ്ഞിനെടുത്തിട്ട് അവിടുത്തെ ബെഡിൽ കിടത്തി. എന്നാൽ ഈ സമയത്താണ് ആൽവി അവന്റെ മുഖത്തേക്ക് മൂത്രയിച്ചു കൊടുക്കുന്നത്. ഒരു തവണയല്ല, പലതവണ മൂത്രയിച്ചു. അങ്ങനെ മൊത്തത്തിൽ ആൽവി ഇപ്പൊ ടിമ്മിനെ കുളിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ലോക്കി അങ്ങോട്ട് വരുന്നത്. ലോക്കി ഇപ്പൊ അങ്ങോട്ട് വന്നിട്ട് കുഞ്ഞിനെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. എന്നാൽ അവൻ കുഞ്ഞിനെ ചെക്ക് ചെയ്യുമ്പോൾ കുഞ്ഞിന് അങ്ങനെ സൂപ്പർ പവർ ഉള്ളതായിട്ടൊന്നും ലോക്കിക്ക് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ വിചാരിച്ചു വന്ന കുഞ്ഞല്ലാന്ന് പറഞ്ഞിട്ട് ലോക്കി വെളിയിലേക്ക് ഇറങ്ങുകയും ചെയ്തു. അങ്ങനെ ലോക്കി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ടിം ആൽവിയുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. നീ എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? പക്ഷെ അവന്റെ ആ ചോദ്യം കേൾക്കുമ്പോൾ ചിരിച്ചോണ്ടിരിക്കാന്നല്ലാതെ കുഞ്ഞാണെങ്കിൽ വേറൊന്നും ചെയ്യുന്നില്ല. ഇതൊക്കെ കണ്ട് ടിമ്മിനാണെങ്കിൽ ശരിക്കും ഭ്രാന്ത് പിടിച്ചു. എന്നാൽ ഈ സമയത്താണ് കുഞ്ഞ് അവന്റെ പുറകിലേക്ക് വരുന്നത്. ഇതൊക്കെ കൂടിയാകുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വേഗം തന്നെ അവന്റെ വണ്ടിയിലേക്ക് കയറി. എന്നാൽ ഈ സമയം തന്റെ കാറിലായിട്ട് ലോക്കി അവിടെ ഇരിക്കുന്നുണ്ട്. മാത്രമല്ല അവന്റെ കണ്ണാടിയിലൂടെ അവൻ കുഞ്ഞിനെയും ടിമ്മിനെയും കാണുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ടിം ഇപ്പം കുഞ്ഞിന്റെ കാറിന്റെ പുറകിലേക്ക് ഇരുത്തി കഴിഞ്ഞപ്പം കുഞ്ഞിങ്ങനെ അവന്റെ തല കറക്കാൻ തുടങ്ങി. എന്നിട്ട് ടിമ്മിന്റെ മുഖത്തേക്ക് ഛർദ്ദിക്കുകയാണ്. ഒരു പച്ച കളറുള്ള ദ്രാവകമാണ് അവനിപ്പോൾ ഛർദ്ദിക്കുന്നത്. മാത്രമല്ല അത് കാറ് മൊത്തം നിറഞ്ഞു. ഇതെല്ലാം ലോക്കിയും കാണുന്നുണ്ട്. അതിൽ നിന്നും അപ്പൊ താൻ അന്വേഷിച്ചു വന്ന കുഞ്ഞ് തന്നെയാണത് എന്ന കാര്യം ലോക്കിക്ക് മനസ്സിലായി. ഈ സമയം ടിം ആണെങ്കിൽ കുഞ്ഞിനെ കൊണ്ട് അവിടുന്ന് പോവുകയും ചെയ്തു. അത് കാണുമ്പോൾ ലോക്കി അവരുടെ പുറകെ പോവാണ്. അങ്ങനെ സിറ്റിയിൽ ഒരിടത്ത് വെച്ചിട്ട് ലോക്കി ഇപ്പം ടിമ്മിന്റെ മുമ്പിലേക്ക് വന്നു. എന്നിട്ട് അവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നിന്റെ കയ്യിലിരിക്കുന്ന ഈ കുഞ്ഞുണ്ടല്ലോ, ഇത് ജനിച്ചത് എന്റെ മാസ്ക് കാരണമാണെന്ന്. ലോക്കി അത് പറഞ്ഞു കഴിയുമ്പോൾ അപ്പൊ അതുകൊണ്ടാണ് കുഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന കാര്യം ടിമ്മിന് മനസ്സിലായി. പക്ഷെ ടിമ്മു പറയുന്നത് ഇത് നിന്റെ മാസ്ക് കൊണ്ടൊക്കെ ആയിരിക്കും ജനിച്ചത്, പക്ഷെ ഇത് എന്റെ കുഞ്ഞാണ്, അതോട് കുഞ്ഞിനെ ഞാൻ തരത്തില്ല. അതേക്കുമ്പോൾ അതിന് ആർക്ക് വേണം നിന്റെ കുഞ്ഞിനെ? എനിക്ക് എന്റെ മാസ്ക് വേണം, അതെവിടെ? അത് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ കൊന്നു കളയെന്ന് പറഞ്ഞിട്ട് ലോക്കി ഒരു വലിയ മഴ എടുത്തു. അത് കണ്ടതും ടിമ്മു വേഗം തന്നെ അവിടുന്ന് ഓടുകയാണ്. എന്നാൽ കുറെ പോയി ഒരു സ്ഥലത്തെത്തുമ്പോൾ ലോക്കി അങ്ങോട്ട് വന്നു. എന്നിട്ട് ലോക്കി ഇപ്പം വലിയൊരു വാതില് അവന്റെ മുമ്പിലേക്ക് ഇടാണ്. അതിനപ്പുറത്തേക്ക് പോകാൻ ഇപ്പൊ ടിമ്മിനെ കൊണ്ട് സാധിക്കുന്നില്ല. അങ്ങനെ അവനവിടെ ബ്ലോക്ക് ആക്കിയതിനു ശേഷം ലോക്കി ഇപ്പൊ വലിയൊരു ഗ്രനേഡ് എടുത്തിട്ട് ടിമ്മിന് നേർക്കെറിഞ്ഞു. എന്നാൽ അത് കണ്ടതും കുഞ്ഞെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ 2 കൈ വെച്ചിട്ട് ഒരു ഷീൽഡ് ഉണ്ടാക്കി. അങ്ങനെ ആ ഗ്രനേഡ് നേരെ വന്ന് വീഴുന്നത് ആ ഷീൽഡിലാണ്. അതിനെ തുറന്ന് അത് പൊട്ടിത്തെറിക്കുകയും ചെയ്തു. പക്ഷെ കുഞ്ഞത് തടഞ്ഞതുകൊണ്ട് അവർക്കൊന്നും പറ്റിയതുമില്ല. എന്നാൽ ഈ സമയത്താണ് ലോക്കി വലിയൊരു സൂര്യൻ ഉണ്ടാക്കുന്നത്. എന്നിട്ട് അതിപ്പം ടിമ്മിന് നേർക്ക് എറിയാനാണ് ലോക്കി തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ അടുത്ത സെക്കൻഡിൽ ഓഡിനിപ്പോൾ ടിമ്മിന്റെ ശരീരത്തിലേക്ക് വന്നു. അതിനെ തുടർന്ന് ആ സൂര്യൻ അപ്രത്യക്ഷമായി. ഇപ്പോൾ ഓഡിൻ ലോക്കിയുടെ അടുത്ത് പറയുന്നത്, നീ വീണ്ടും വീണ്ടും എന്നെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് നിനക്ക് ഇനി ഒരു ചോയ്സും ഇല്ല, നിന്റെ ശക്തികൾ മൊത്തം ഞാൻ തിരിച്ചെടുക്കാൻ പോവാണ്, ഇനി നീ ഇവിടുത്തെ ആൾക്കാരുടെ കൂടെ ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഓഡിനിപ്പോൾ കൈ നീട്ടി. അതിനെ തുടർന്ന് ലോക്കിയുടെ ശക്തിയൊക്കെ പോയി. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ടിമ്മിന്റെ ശരീരത്തിൽ നിന്നും ഓഡിൻ അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഇപ്പൊ ലോക്കിക്കാണെങ്കിൽ ഒരു ശക്തിയില്ല. ഇത് കണ്ട് കുഞ്ഞാണെങ്കിൽ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലോക്കി അവിടെ നിന്ന് എഴുന്നേറ്റ് ചെയ്യുമ്പോൾ കുഞ്ഞ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 2 വേസ്റ്റ് ബിൻ വെച്ചിട്ടുണ്ട്. അവൻ അവന്റെ കൈ നീട്ടിയിട്ട് ആ 2 വേസ്റ്റ് ബിന്നും വെച്ച് ലോക്കി ഇങ്ങനെ അടിക്കുകയാണ്. അതിനെ തുടർന്ന് ലോക്കി ഇങ്ങനെ സ്പ്രിങ് ആവാൻ തുടങ്ങി. അങ്ങനെ കുറെ നേരം അവിടെ കറങ്ങി തിരിഞ്ഞതിന് ശേഷം ലോക്കി താഴേക്ക് വീഴുകയും ചെയ്തു. അങ്ങനെ സമയം രാത്രി ടിമ്മും ആൽവിയും കൂടെ അവന് വീട്ടിലിരിക്കുകയാണ്. ഇപ്പൊ അവൻ അവന്റെ ഭാര്യനെ വിളിച്ചു. പക്ഷെ കോള് കിട്ടാത്തതുകൊണ്ട് അവളുടെ വോയിസ് മെയിലേക്ക് അവനൊരു മെസ്സേജ് അയക്കുകയാണ്. അതിൽ ആൽവി ഇന്ന് അവനെ രക്ഷിച്ച കാര്യങ്ങളൊക്കെയാണ് ടിം ആ മെസ്സേജ് അയക്കുന്നത്. അങ്ങനെ ആ മെസ്സേജൊക്കെ അയച്ചതിന് ശേഷം അവൻ വളരെ സങ്കടപ്പെട്ട് അവിടെ ഇരിക്കുകയാണ്. എന്നാൽ ഇതെല്ലാം കാണുമ്പോൾ ആൽവി വേഗം തന്നെ അവന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അവനിങ്ങനെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിച്ചു. അങ്ങനെ ഈ ഒരു സംഭവത്തിന് ശേഷം ടിം ഇപ്പൊ വളരെ സ്നേഹത്തോടെയാണ് ആൽവിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഏത് സമയം ഇപ്പൊ ടിം അവന്റെ ഒപ്പം ഉണ്ടാവും. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. എല്ലാവരും നല്ല ഉറക്കമാണ്. ഈ സമയത്താണ് ലോക്കി ഇപ്പൊ ടിമ്മിന്റെ വീട്ടിലേക്ക് വരുന്നത്.
അവൻ നേരെ കുഞ്ഞിനെ കടത്തിയ റൂമിലേക്ക് എത്തി. എന്നിട്ട് അവൻ അവിടുത്തെ ചുമരിലായിട്ട് ചില ചിത്രങ്ങളൊക്കെ വരച്ചു വെക്കുകയാണ്. ഇതൊരു മന്ത്രവാദത്തിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം അവൻ ഓടിനെ അങ്ങോട്ട് വിളിച്ചു വരുത്തി. എന്നിട്ട് അവൻ ഓടിനോട് പറയുന്നത്, ആ മാസ്ക് എവിടെയാണുള്ളതെന്ന് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, പക്ഷെ അതെനിക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ എന്റെ പവർ എനിക്ക് തിരിച്ചു വേണം, ദൈവത്തോർത്ത് അതെനിക്ക് തിരിച്ചതാ എന്നാണ് ലോക്കി പറയുന്നത്. അതിനെ കേൾക്കുമ്പോൾ ഓടിയും പറയുന്നത്, ഓക്കെ ഞാൻ സമ്മതിച്ചു, മാസ്കിന് വേണ്ടിയിട്ടല്ലേ, 1 മണിക്കൂർ നേരത്തേക്ക് നിന്റെ പവർ ഞാൻ തിരിച്ചു തരാം, എന്നിട്ട് നിനക്ക് ആ മാസ്ക് തിരിച്ചെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നീ ഇവിടെ തന്നെ നിന്നാ മതി എന്ന് പറഞ്ഞിട്ട് ഓടിന് അപ്രത്യക്ഷമായി. അതിനെ തുടർന്ന് ലോക്കിക്ക് അവന്റെ പവറൊക്കെ തിരിച്ചിട്ടേ ചെയ്തു, പക്ഷെ 1 മണിക്കൂർ നേരത്തേക്ക് മാത്രം. അങ്ങനെ പവറൊക്കെ കിട്ടി കഴിയുമ്പോഴാണ് പുറത്തുനിന്നൊരു ശബ്ദം കേൾക്കുന്നത്. ലോക്കി അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ അത് അയൽപ്പക്കത്തെ വീട്ടിലുള്ള ബെറ്റിയാണ്. അവിടുത്തെ ശബ്ദം കേട്ടിട്ട് വന്നാണ് അവള്. അത് കണ്ടത് ലോക്കി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈറ്റ് എടുത്തിട്ട് അവൾക്ക് നേരെ എറിഞ്ഞു. അതിനെ തുറന്ന് അവളുടെ തല മൊത്തം മൂക്കായിപ്പോയി. ഈ സമയത്ത് ഈ ശബ്ദമൊക്കെ കേട്ട് ഇപ്പൊ ടിം എഴുന്നേറ്റു. അവൻ നേരെ കുഞ്ഞിന്റെ റൂമിലേക്ക് വന്ന് നോക്കുമ്പോൾ കുഞ്ഞ് അവിടുത്തെ തൊട്ടിൽ കിടക്കുന്നുണ്ട്. അത് കാണുമ്പോൾ അവന് സമാധാനമായി. എന്നാൽ അവൻ കുഞ്ഞിനെ എടുക്കുമ്പോൾ അത് ലോക്കിയായിരുന്നു. അത് കാണുമ്പോൾ അവൻ ഞെട്ടി ഉറക്കെ നിലവിളിച്ചു. എന്നാൽ ഈ സമയത്താണ് അവന്റെ ഭാര്യയായ ടാനി അങ്ങോട്ട് വരുന്നത്. എന്നാൽ അടുത്ത സെക്കൻഡിൽ അവൻ വീണ്ടും ഞെട്ടിപ്പോയി, കാരണം അതും ലോക്കിയായിരുന്നു. അങ്ങനെ ലോക്കി ഇപ്പം അവന്റെ രൂപത്തിലേക്ക് വന്നതിന് ശേഷം പറയുന്നത്, നോക്ക് ബ്രോ, ഞാനൊരു ദൈവമാണ്, എനിക്ക് ഷേപ്പ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും, അതൊന്നും ഞാൻ ഇപ്പം നിന്റെ മുമ്പിൽ കാണിക്കുന്നില്ല, കുറേയൊക്കെ നീ നേരത്തെ കണ്ടാണല്ലോ. എനിക്കിപ്പോൾ നിന്നോട് പറയാൻ ഒറ്റ കാര്യമുള്ളൂ, ആ മാസ്ക് എനിക്ക് തിരിച്ചു വേണം, അതും വളരെ പെട്ടെന്ന്, എങ്കിൽ മാത്രമേ ഇനി നിനക്ക് നിന്റെ കുഞ്ഞിനെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ലോക്കി അവന്റെ മൂട്ടിലായിട്ട് റോക്കറ്റ് കത്തിച്ചു. എന്റെ കുഞ്ഞിനെ എടുത്തിട്ട് വേഗം തന്നെ മുകളിലേക്ക് പറന്നു പോവാണ്. അങ്ങനെ ലോക്കി പോയി കുറച്ച് സമയം കഴിഞ്ഞപ്പം ടാനി അങ്ങോട്ടെത്തി. ടാനിപ്പോ വീട്ടിനകത്തേക്ക് വരുമ്പോൾ വളരെ വെപ്രാളത്തോടെ ടിം അങ്ങോട്ട് ഓടി വന്നു. എന്നിട്ട് അവളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനിയിപ്പം എത്രയും പെട്ടെന്ന് അവർക്ക് മാസ്ക് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി അവർ രണ്ടുപേരും കൂടെ ഓട്ടീസിനെ അന്വേഷിച്ചു പോവാണ്. അങ്ങനെ അവർ ഓട്ടീസിന്റെ അടുത്ത് എത്തുമ്പോൾ ഓട്ടീസ് ആണെങ്കിലോ അവൻ പ്രേമിക്കുന്ന ആ പട്ടിയുടെ അടുത്താണ്, ആ വീനസിന്റെ അടുത്ത്. അങ്ങനെ ടിം ഇപ്പം ഓട്ടീസിന്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു. എടാ, എനിക്കറിയാം നിനക്ക് ഞങ്ങളോട് നല്ല ദേഷ്യമുണ്ടെന്ന്, ഞങ്ങളുടെ ആൽവിയുടെ അടുത്ത് നിനക്ക് ദേഷ്യമാണെന്നറിയാം, പക്ഷെ നീ വിചാരിക്കുന്ന പോലെ അവനുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് നിന്നോടുള്ള സ്നേഹം കുറഞ്ഞിട്ടൊന്നുമില്ല. ഇനി നിന്നെ നോക്കേണ്ടത് അവന്റെ കടമയല്ലേ, അവൻ വലുതായി കഴിഞ്ഞാൽ അവനല്ലേ നിന്റെ കൂട്ടുകാരനാവാൻ പോകുന്നത്, ആ കാര്യം നീ ചിന്തിച്ചു നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ടീം ഇപ്പോൾ ഓട്ടീസിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്തു. ഇപ്പൊ ഓട്ടീസിനും കാര്യങ്ങളൊക്കെ മനസ്സിലായി. അതുകൊണ്ട് അവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീനസിനെ ഒന്ന് കിസ് ചെയ്തതിനു ശേഷം അവൻ ആ മാസ്ക് ഊരിട്ട് ടിമ്മിന് കൊടുക്കുകയാണ്. അങ്ങനെ മാസ്ക് കിട്ടിയ ഉടനെ തന്നെ ടിമ്മും ടാനിയും കൂടെ വേഗം തന്നെ ലോക്കിയുടെ അടുത്തേക്ക് എത്തി. ഈ സമയം ലോക്കിയാണെങ്കിൽ കുഞ്ഞിനെ പിടിച്ചോണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ടിം ഇപ്പം മാസ്ക് എടുത്തിട്ട് ലോക്കിക്ക് കൊടുക്കുകയാണ്. എന്നാൽ മാസ്ക് കിട്ടി കഴിഞ്ഞപ്പം ലോക്കിയുടെ സ്വഭാവം മാറി, അവൻ കുഞ്ഞിനെ കൊടുക്കുന്നില്ല. ഈ സമയം ഓട്ടീസ് അവരുടെ കൂടെ ഉണ്ട്. ലോക്കി കുഞ്ഞിനെ കൊടുക്കത്തില്ല എന്ന് പറയുമ്പോൾ ഓട്ടീസ് ഓടിച്ചെന്നിട്ട് ലോക്കിക്ക് ഇട്ടൊരു കടി കൊടുക്കുകയാണ്. അതിനെ തുറന്ന് ലോക്കിയുടെ കയ്യിൽ നിന്നും ആ മാസ്ക് തെറിച്ചുപോയി. അത് കണ്ടതും ടിം വേഗം തന്നെ ആ മാസ്ക് ചാടിപ്പിടിച്ചു. എന്നിട്ട് അവൻ അത് ഇടുകയാണ്. അതിനെ തുറന്ന് അവൻ ആ ട്രിക്സ്റ്റർ ആയിട്ട് മാറുകയും ചെയ്തു. എന്നാൽ ഇതെല്ലാം കാണുമ്പോൾ ലോക്കി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവന്റെ വണ്ടിയിൽ കയറിയിട്ട് വേഗം അവിടെ നിന്ന് ഓടിച്ചു പോവാണ്. എന്നാൽ അത് കാണുമ്പോൾ ടിം ഒരു കാർ അവിടെ ഉണ്ടാക്കി. എന്നിട്ട് വേഗം തന്നെ ടാനിയെ അതിൽ കയറ്റിയിട്ട് ലോക്കിയുടെ പുറകെ പോവാണ്. എന്നാൽ പോകുന്ന വഴിക്ക് ലോക്കി വേറെയും ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് റോഡ് അവൻ ഇപ്പോൾ ഒരു തുണി പോലെയാക്കി അതിങ്ങനെ ചുരുണ്ട് കിടക്കുകയാണ്. അതുകൂടെയാണ് വളരെ കഷ്ടപ്പെട്ട് ടിം വണ്ടി ഓടിക്കുന്നത്. അങ്ങനെ കുറെ നേരത്തെ ചേസിങ്ങിന് ശേഷം അവരിപ്പോൾ ഒരു ബിൽഡിങ്ങിനകത്തേക്ക് എത്തി. ഈ സമയം അവർ നോക്കുമ്പോൾ ലോക്കി അവിടെ ഒരു ബോക്സിംഗ് റിംഗിലേക്ക് കാണും. അത് കണ്ടതും ടിമ്മും അങ്ങോട്ട് ചെന്നു. എന്നിട്ട് അതിനുള്ളിൽ വെച്ചിട്ട് ടിം ഇപ്പോൾ ലോക്കിയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ആദ്യമൊക്കെ ലോക്കിയുടെ ഇടിയേറ്റ് ടിം അവിടെ നിന്ന് തെറിച്ചു പോകുന്നുണ്ട്. എന്നാൽ അവൻ പിന്നെ എഴുന്നേറ്റ് വന്നിട്ട് ലോക്കിക്ക് ഒറ്റ ഇടി കൊടുത്തു. അതിന് തുറന്ന് ലോക്കി നേരെ അവിടെ വെച്ചിരിക്കുന്ന ഒരു പെട്ടിക്കകത്തേക്ക് വീഴാണ്. അങ്ങനെ ആ പെട്ടിക്കകത്തേക്ക് വീണ് കഴിയുമ്പോൾ ടീം ആ പെട്ടി അടച്ചിട്ട് ആ പെട്ടി എടുത്തിട്ട് പുറത്തേക്ക് ഒരൊറ്റ എറിച്ചു കൊടുത്തു. എന്നിട്ട് വേഗം തന്നെ അവർ കുഞ്ഞിനെ കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. എന്നാൽ ഈ സമയത്താണ് ലോക്കിയുടെ ഒരു പെൻസിൽ അങ്ങോട്ട് വരുന്നത്. അതിപ്പം അവിടെ വലിയൊരു മതിലുണ്ടാക്കി. ഇപ്പൊ ടീം നേരെ ചെന്നിട്ട് ആ മതിലിടിക്കുകയാണ്. ഇത് കാണുമ്പോൾ ടിമ്മിന് ശരിക്കും ദേഷ്യം വന്നു. അവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ 2 കൈയിലും നിറയെ മിസൈലുകൾ എടുത്തു. എന്നാൽ അത് കാണുമ്പോൾ ആ പെൻസിൽ വന്നിട്ട് ആ മിസൈലുകൾ മൊത്തം അങ്ങോട്ട് മായ്ച്ചു കളഞ്ഞു. എന്നിട്ട് അവന്റെ 2 കൈയിലായിട്ട് ഒരു പൂവും വെച്ചു കൊടുത്തു. മാത്രമല്ല ആ പെൻസിൽ ഇപ്പൊ ടാനിയുടെ കയ്യിലായിട്ട് ഒരു മുട്ടായും വരച്ചു കൊടുത്തു. ഈ കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം ആ പെൻസിൽ ഇപ്പൊ ടിമ്മിനെ കുത്താൻ വേണ്ടി വളരെ വേഗത്തിൽ അവന്റെ അടുത്തേക്ക് വരികയാണ്. എന്നാൽ അത് കണ്ടതും ടിം ഒരു കട്ടർ ഉണ്ടാക്കി. അതിനെ തുടർന്ന് ആ പെൻസിലാണെങ്കിൽ പൊടിഞ്ഞു പോവുകയും ചെയ്തു. അങ്ങനെ ആ പൊടിയെല്ലാം കൂടി ചേർന്നിട്ട് അത് ലോക്കിയായിട്ട് മാറുകയാണ്. ഈ സമയം ലോക്കി പറയുന്നത്, മതി നിർത്തിക്കോ, നമുക്ക് 2 പേർക്കും പവറുകളുണ്ട്, നമുക്ക് 2 പേർക്കും പരസ്പരം അടിച്ച് ജയിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മളിൽ ആരാണ് ജയിച്ചത് എന്ന കാര്യം നമുക്ക് ആൽവിക്ക് വിട്ടുകൊടുക്കാം, അവൻ തീരുമാനിക്കട്ടെ. ഈ സമയം ആൽവി നോക്കുമ്പോൾ ലോക്കിയാണെങ്കിൽ ഒരു കളിപ്പാട്ടത്തിന്റെ രൂപത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ആൽവി ഇപ്പൊ ലോക്കിയുടെ അടുത്തേക്ക് പോവാണ്. എന്നാൽ അത് കാണുന്ന ടിം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ആ മാസ്ക് അങ്ങോട്ട് മാറ്റി. അതിനെ തുറന്ന് അവനിപ്പോ അവന്റെ രൂപത്തിലേക്ക് വന്നു. ഈ സമയം ടിം ആൽവിയുടെ അടുത്ത് പറയുന്നത്, എടാ നീ എങ്ങോട്ടാ പോകുന്നത്, ഇത് ഞാനാ നിന്റെ അച്ഛൻ, നീ ഇങ്ങോട്ട് വാ. എനിക്കറിയാം ഞാൻ നിന്നെ മര്യാദയ്ക്കല്ല നോക്കിയത്, കാരണം എനിക്ക് കുഞ്ഞുങ്ങളെ നോക്കാൻ അറിയില്ലായിരുന്നു. പക്ഷെ ആ കാര്യങ്ങളൊക്കെ നീ എന്നെ നല്ല രീതിയിൽ പഠിപ്പിച്ചു. ഇനി അങ്ങോട്ട് ഞാൻ നിനക്ക് നല്ലൊരു അച്ഛനായിരിക്കും എന്നൊക്കെയാണ് ടിം ഇപ്പോൾ ആൽവിയുടെ അടുത്ത് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ആൽവി അവനെ നേരെ തിരിഞ്ഞു. എന്നിട്ട് ആദ്യമായിട്ട് അവനിപ്പോൾ ടിമ്മിനെ അച്ഛാന്ന് വിളിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ ടിമ്മിനും ഭയങ്കര സന്തോഷമായി. അങ്ങനെ അവൻ വേഗം തന്നെ കുഞ്ഞിനെടുക്കുകയാണ്.
ഇതെല്ലാം കാണുമ്പോൾ ലോക്കിക്ക് ശരിക്കും അങ്ങോട്ട് ദേഷ്യം വന്നു. അവൻ പിന്നെയും അവന്റെ ആ വിശ്വരൂപത്തിലേക്ക് വരികയാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവൻ വലിയൊരു ചുറ്റിക ഉണ്ടാക്കിയിട്ട് അവരടിക്കാൻ തുടങ്ങി. അത് കാണുന്ന ടിമ്മും ടാനിയും ആണെങ്കിൽ വളരെ വേഗത്തിൽ അവിടെ നിന്ന് ഓടുകയാണ്. എന്നാൽ ലോക്കി വിടുന്നില്ല. അങ്ങനെ അവൻ പിന്നെ അടിക്കുമ്പോൾ ടിമ്മ് ചെന്നിട്ട് ആ ചുറ്റിക താങ്ങി നിർത്തി. പക്ഷെ അധിക നേരം അവൻ അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. എന്നാൽ ഈ സമയത്താണ് ഓടിയും കൊടുത്ത സമയം കഴിയുന്നത്. അതായത് ഇപ്പോൾ 1 മണിക്കൂറായി. അതിൽ തുറന്ന് ആ ചുറ്റികയാണെങ്കിൽ അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു. അങ്ങനെ ചുറ്റിക അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ മുകളിൽ വലിയൊരു ചുഴി ഉണ്ടാവാൻ തുടങ്ങി. അതുവഴി ഓടിനിപ്പോൾ ഭൂമിയിലേക്ക് വന്നു. ഇത്ര സമയമായിട്ട് മാസ്ക് ലോക്കി കൊണ്ടുവരാത്തതിന് ഓടിനാണെങ്കിൽ ലോക്കിയെ നല്ല രീതിയിൽ വഴക്ക് പറയുന്നുണ്ട്. നീ ഒരു യൂസ്ലെസ് ആണെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഇതെല്ലാം കേൾക്കുമ്പോൾ ടിം അങ്ങോട്ട് ചെന്നു. എന്നിട്ട് അവൻ പറയുന്നത്, നിങ്ങൾ അച്ഛനും മകനും അല്ലേ, എന്തിനാണ് ഇങ്ങനെ വഴക്കിടുന്നത്? നിങ്ങൾക്കാണെങ്കിൽ മരണമില്ല, ഒരുപാട് കാലം നിങ്ങൾക്ക് ജീവിക്കാലോ, സ്നേഹത്തോടെ ജീവിക്കാൻ നോക്ക്. ഇനിയിപ്പോൾ അതിന് ഈ മാസ്ക് ആണ് പ്രശ്നമെങ്കിൽ ഇതാ പിടിച്ചോന്നും പറഞ്ഞിട്ട് അവൻ ആ മാസ്ക് എടുത്തിട്ട് ലോക്കിക്ക് കൊടുത്തു. അങ്ങനെ മാസ്ക് തിരിച്ചു കിട്ടി കഴിയുമ്പോൾ ഓടിന് സന്തോഷമായി. അതിന് തുടർന്ന് അയാൾ ലോക്കിയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു സംഭവത്തിന് ശേഷം ടീം ഇപ്പോൾ അവന്റെ കമ്പനിയിൽ ചെന്നിട്ട് അവന്റെ പുതിയ ചില ക്യാരക്ടേഴ്സിനെ ഡിസൈൻ ചെയ്തു. അതിൽ അവന്റെ കുഞ്ഞുമുണ്ട്, ഓട്ടിസും ഉണ്ട്. അതാണെങ്കിൽ അവന്റെ ബോസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. അതിനെ തുടർന്ന് അവർ ആ കാർട്ടൂൺ ഉണ്ടാക്കിയിട്ട് അത് അവർ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. ഇപ്പൊ ടാനിയും ടിമ്മും അവരുടെ വീട്ടിലിരുന്നിട്ട് ആ കാർട്ടൂണൊക്കെ കാണുകയാണ്. ഈ സമയം ആൽവി അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ആ കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ടാനി ഇപ്പോൾ ഒരു സന്തോഷ വാർത്ത കൂടെ ടിമ്മിന്റെ അടുത്ത് പറയുന്നത്. അവളിപ്പോൾ 2ാമതും പ്രഗ്നന്റ് ആയി. ആ കാര്യം കേൾക്കുമ്പോൾ ടിമ്മിനും ഭയങ്കര സന്തോഷമായി. അവൻ ഉടനെ തന്നെ അവളെ കെട്ടിപ്പിടിക്കുകയാണ്. ഇവിടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതിയറിയിക്കാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.